സോ ഫസ്റ്റിലത്തെ ചാപ്റ്ററാണ്, സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അധിക കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 ഫാക്ട്സും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പഠിക്കാം. ഇതിൻ്റെ ലിങ്ക് PDF ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് സയൻസ് ടെക്സ്റ്റ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് ഒറ്റയൊരു ജീവിയും എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അതൊന്നും നോക്കണ്ട, ജസ്റ്റ് ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രം നോക്കട്ടോ, അതാണ് ഇമ്പോർട്ടൻസ്. ആദ്യമായിട്ട് 1-2 ഡെഫിനിഷൻ എന്ന് വരുന്നുണ്ട് ഇതിൽ. ഡെഫിനിഷൻ ഒന്നും നോർമലി PSC ഒന്നും ചോദിക്കാറില്ല, പക്ഷെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് എന്താണെന്നുള്ളത്. ഫസ്റ്റിലത്തെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, എന്താണ് ആഹാര ശൃംഖല ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്നുള്ളത്. ഓക്കെ, ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഇങ്ങനെ ജീവികളുടെ പരസ്പര ബന്ധം നമുക്ക് ഇവിടെ ഒരു പിക്ചറിൽ കണ്ടുകൂടെ. അതായത് എന്താണ്, ഈ മാന് ഈ പുല്ല് തിന്നു, അതേപോലെ പിന്നെ എന്ത് ചെയ്യും, കടുവ മാനിനെ തിന്നു. ആ ഒരു രീതിയിൽ ആഹാരങ്ങൾ കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജീവികൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരസ്പര ബന്ധമാണ് അല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്നുള്ളത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഇതൊന്നും അധികം എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. ഇനി അടുത്ത കാര്യമാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു നോക്കണം. ഓക്കെ, ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എന്താണ് ഈ പറയുന്നത് വെച്ചാൽ പ്ലവകങ്ങൾ, അതായത് ചെറു സസ്യങ്ങളുടെ പേരാണ് പ്ലവകങ്ങൾ. എവിടെയുള്ള ഈ ജലാശയങ്ങളിലൊക്കെ ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങളുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് പ്ലവകങ്ങൾ. അതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് പ്ലാങ്ക്ടൺ കേട്ടോ. ഞാൻ അഡീഷണലായിട്ട് കൂടി ചേർത്താണ്. പ്ലാങ്ക്ടൺ എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ പ്ലവകങ്ങൾ എന്ന് പറയുന്നത് എന്താ, ജലാശയങ്ങളിൽ ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങളെ വിളിക്കുന്ന പേരാണിത് പ്ലവകങ്ങൾ. അത് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉത്പാദകരാണിവ. എന്നുദ്ദേശിക്കുന്നത് എന്താ, ഉത്പാദകർ, അതായത് ആ ഒരു ഫുഡ് ചെയിനിലുള്ള ഫസ്റ്റിലത്തെ ആളാണ് ഈ പ്ലവകങ്ങൾ. അപ്പോൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉത്പാദകർ ഏത് എന്ന് ചോദിച്ച ഓപ്ഷൻ ABCD ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. അതിൽ സ്രാവ, കണവ, മീന്, കടലാമ, പ്ലവകം എന്നൊക്കെ തന്നാൽ നിങ്ങൾക്ക് കിട്ടണം പ്ലവകങ്ങളാണ് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലുള്ള ഉത്പാദകർ. അവിടെ ആ ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണെന്നുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. എന്താണ് പ്ലവകങ്ങൾ എന്നുള്ള അറിഞ്ഞിരിക്കണം. അതിന് ഇംഗ്ലീഷ് ഒന്ന് ഓർത്ത് വെച്ചോ, പ്ലാങ്ക്ടൺ. ചിലപ്പോൾ നിങ്ങളത് ചില ചാപ്റ്ററുകളൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതിനും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ടത് എന്താണ് പഠിക്കേണ്ടത്, സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലുള്ള ഉൽപാദകരെ വിളിക്കുന്ന പേര്. ഓട്ടെ, പ്ലവകങ്ങൾ മറന്നു വരുന്നേ. ഇനി നമുക്ക് അടുത്ത വീണ്ടും ഒരു എന്താണ് ഡെഫിനിഷനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ, കാരണം ഇത് PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്താണ് ഹാബിറ്റാറ്റ്, ആവാസം എന്താണെന്നുള്ളത്. അതായത് ഒരു ജീവിക്ക് ജീവിക്കാൻ കഴിയുന്ന പ്രകൃതിദത്തമായിട്ടുള്ള സ്ഥലത്തെ വിളിക്കുന്ന പേരാണെന്ത്, ആവാസം. വസിക്കുന്ന സ്ഥലം, അത് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഹാബിറ്റാറ്റ്. ആവാസം എന്ന് വെച്ചാൽ വസിക്കുന്ന സ്ഥലം. ഒരു ജീവി എവിടെയാണ് ജീവിക്കുന്നത്, പ്രകൃതിയിൽ, ആ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് ആവാസം അല്ലെങ്കിൽ ഹാബിറ്റാറ്റ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഓർത്ത് വെച്ചാൽ മതി, അധികം കൺഫ്യൂഷനൊന്നും അതില്ല. നമുക്കിതൊന്നും വേണ്ട കേട്ടോ, ഇത് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളേ, വെറുതെ അതൊന്നും വായിച്ചിരുന്നില്ല, നിങ്ങൾ ടൈം കളയണ്ട. ഇനി വീണ്ടും ഒരു ചെറിയൊരു ഡെഫിനിഷനാണ്, ഇതും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചോ. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയുള്ള ഒരു ആഹാരബന്ധമാണിത് ആഹാര ശൃംഖല. ആഹാര ശൃംഖല ജാലം നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, എല്ലാം കൂടി കണക്റ്റിൻ്റെ പരസ്പരം നോക്കി, ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് ആഹാര ശൃംഖല ജാലം, എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇനി അതിലുള്ള ഒരു കണ്ണി എടുക്കുവാണ്. ഒരു കണ്ണി എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ പുല്ല്, ഈ പുല്ല് തിന്നുന്നു, പുഴുവിനെ എന്ത് ചെയ്യുന്നു, കോഴി ഭക്ഷിക്കുന്നു, കോഴിനെ കുറുക്കന്, അതുപോലെ കഴുകൻ. അപ്പോൾ അത് ഒന്നാണ്, ഇത് മൊത്തം എടുക്കുകയാണ്, ഒറ്റൊരു ചെയിനാണ് ഇതല്ലേ. ആ ഒറ്റ ചെയിനിനെ വിളിക്കുന്ന പേരാണെന്ത്, ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇനി അടുത്ത് ഈ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു 3-4 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൽ. അതിൽ ഒന്ന് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് പറയണം. നിങ്ങൾക്ക് അറിയാം പ്രകാശ സംശ്ലേഷണം എന്താണെന്നുള്ളത് അല്ലേ. അതായത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. അതിനെയാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്ത്, പ്രകാശ സംശ്ലേഷണം എന്ന് വിളിക്കുന്നത്. ഇത് നല്ല ഓർത്ത് വെച്ചോളെ. എന്താ അവർ ഉപയോഗിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ ജലവും. കഴിഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, ആവശ്യമുണ്ട്, സൂര്യപ്രകാശമാണ്. പിന്നെ ഒരു കാര്യം കൂടി വേണം, എന്ത്, അതാണ് ഇത് അടുത്ത് പറയാൻ പോകുന്നത്. ഇലകളിലെ ഹരിതകം എന്നുള്ള ഒരു വർണ്ണകം കൂടി വേണം. ഓക്കെ, ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അപ്പോൾ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്, കാർബൺ ഡൈ ഓക്സൈഡും വേണം, ജലവും വേണം, പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യമാണ്, ഹരിതകം എന്നുള്ള വർണ്ണകം വേണം.
ഈ 4 കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ വെച്ചോളാം. ഇനി ഇതിൽ ഓക്സിജൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ മുമ്പ്? പറഞ്ഞിട്ടില്ല കേട്ടോ. ആഹാരം നിർമ്മിക്കാൻ കാർബൺ ഡൈ ഓക്സൈഡാണ് വേണ്ടത്. ഇങ്ങനെ ആഹാരം നിർമ്മിച്ച് കഴിയുമ്പോൾ പുറത്തു വിടുന്ന വാതകമാണ് ഇത് ഓക്സിജൻ, മറന്നു വരുതേ. അപ്പോൾ ആഹാരം നിർമ്മിക്കാൻ വേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡാണ്, നിർമ്മിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുന്ന വാതകമാണ് ഇത് ഓക്സിജൻ. ഓക്കെ, ഇത് ആഹാരം നിർമ്മിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് PSC അടക്കം ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, എടുത്ത് ചോദിക്കാറുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത് സസ്യങ്ങൾ ശ്വസിക്കുന്നത്. അതായത് സസ്യങ്ങൾ ശ്വസിക്കുന്നത് നമ്മൾ മനുഷ്യർ ശ്വസിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ശ്വസിക്കുന്നത്, നമ്മൾ ഓക്സിജനാണ് ശ്വസിക്കുന്നത് അല്ല, നമ്മൾ ഓക്സിജൻ ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയാണ്. സസ്യങ്ങളും അതേ രീതിയിൽ തന്നെയാണ്, ഓക്സിജൻ ശ്വസിച്ചിട്ട് എന്ത് ചെയ്യാണ്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയാണ്. പക്ഷെ അവർ പ്രകാശ സംശ്ലേഷണം എന്നുള്ള ഒരു പ്രക്രിയ നടക്കുമ്പോൾ മാത്രം അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്വസിക്കുമ്പോൾ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് കാര്യം ചെയ്യുന്നത്. എന്താ, പ്രകാശ സംശ്ലേഷണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തു വിടുക. ആ ഒരു കാര്യത്തിൽ നല്ല ഐഡിയ നിങ്ങൾക്ക് വേണം. കാരണം ഇത് പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, അവർ തലതിരിച്ച് മറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് മറന്നു പോയത്. ഈ ഒരു കാര്യം നന്നായിട്ട് ഓർത്തിട്ടോളാം. ഇനി ഈ ചാപ്റ്ററിൽ അടുത്താണ്. അധികം കാര്യങ്ങളൊന്നും ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനില്ല. ഇനി ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഏത്, ഹരിതകം. പഠിച്ചു വെച്ചോ, നമുക്ക് വർണ്ണകം പഠിക്കാനുണ്ട്. ഇലകളിൽ പച്ച നിറത്തിലുള്ള, പച്ച എന്നുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആണോ, പച്ച, അത് നിങ്ങൾക്ക് ഏകദേശം ഹരിതവർണ്ണം എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഇലകളിൽ പച്ച നിറത്തിലുള്ള വർണ്ണകമാണ് ഏത്, ഹരിതകം. അതൊന്ന് ഓർത്ത് വെച്ചു. ഇനി ഈ പല ഇപ്പോൾ ഇലകളാണെങ്കിൽ ഇലകൾക്ക് തന്നെ പല നിറങ്ങളിലുണ്ട് അല്ലേ. ഒരു പച്ച കളറിലുള്ള ഇലകളാണുള്ളത്, അല്ല മഞ്ഞ കളറിലുള്ള ഇലകൾ നമ്മൾ കാണാറുണ്ട്, ഓറഞ്ച് കളറിലുള്ളുണ്ട്, റെഡ് കളറിലുള്ളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിറം കൊടുക്കുന്ന ആരാ? എല്ലാത്തിനും എന്തായാലും ഈ ഒരു ഹരിതകം അല്ല. അപ്പോൾ വേറെയും കളറുകളുണ്ട്. ആ വേറെ കളറുകളെ പറ്റിയാണ് ഈ പറയുന്നത്. ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകത്തിൻ്റെ പേരാണെന്ത്, ആന്തോസയാനിൻ. കറക്റ്റ് പഠിച്ചോണേ, എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓറഞ്ച് നിറം കൊടുക്കുന്ന വർണ്ണകമാണിത്, കരോട്ടിൻ. ഇതെങ്ങനെ ഓർത്തൊക്കെ അറിയോ? നമ്മൾ സാധാരണ ഒരു ടേബിളിലൊക്കെ എപ്പോഴും ഒരു ഷോക്കൊക്കെ വെക്കുന്നതാണ് ഓറഞ്ച്, അതേപോലെ ക്യാരറ്റ്, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഓറഞ്ചും ക്യാരറ്റും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേ. അപ്പോൾ ഓറഞ്ച് നിറം കൊടുക്കുന്നത് കരോട്ടിൻ, ക്യാരറ്റ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ അത് രണ്ടും ആ ഒരു കണക്ഷൻ അവിടെ കിട്ടും അല്ലേ. ഇനി മൂന്നാമത്തെ മഞ്ഞ നിറം കൊടുക്കുന്നതാണ് ഏത്, സാന്തോഫിൽ എന്നുള്ള വർണ്ണകം. സാന്തോഫിൽ എന്നുള്ള വർണ്ണകമാണ് ഏത്, മഞ്ഞ നിറം കൊടുക്കുന്നത്. അത് മഞ്ഞ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. സായങ്കാലത്ത് സന്ധ്യ എന്നുള്ള ഇവിടെ ഓർത്ത് വെച്ചാൽ, ഞാൻ അങ്ങനെയാണ് ഓർത്ത് വെച്ചത്, സന്ധ്യ കാലഘട്ടത്തിലൊക്കെ മഞ്ഞുണ്ടാവും. നമ്മൾ നോർമലി കാലത്തും സന്ധ്യക്കാണ് മഞ്ഞുള്ളത്. അപ്പോൾ സാന്തോഫിൽ സന്ധ്യ, മഞ്ഞ എന്നുള്ളത് എന്ത് ചെയ്യുക, ആ കണക്ഷൻ അവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ചുവപ്പിൻ്റെ മറന്നുകൊണ്ട് ആന്തോസയാനിൻ, ചുവപ്പ് നിറം കൊടുക്കുന്നത് ആന്തോസയാനിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളിൽ ഒന്നിതാണ് കേട്ടോ. ഏകദേശം ആയി. ഇനി അടുത്താണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അടുത്ത കാര്യം, അതായത് അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ്. അന്തരീക്ഷം എന്ന് പറയുമ്പോൾ എന്താ, അറ്റ്മോസ്ഫിയറിലുള്ള വാതകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അവരിവിടെ ജസ്റ്റ് ഒരു ഡയഗ്രം കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്കിത് പോരാ, നമുക്ക് ഇതിൻ്റെ അളവുകളും കുറച്ചൊന്ന് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, ഇതാണ് നിങ്ങൾ പഠിച്ചേക്കേണ്ട ടേബിൾ. ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് കൊടുത്താണ്, ടെക്സ്റ്റ് ബുക്കിലില്ല. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏതാ, നൈട്രജൻ. ഏറ്റവും കൂടുതൽ നൈട്രജൻ. അപ്പോൾ അന്തരീക്ഷത്തിലെ 4 വാതകങ്ങൾ, ഏറ്റവും കൂടുതലുള്ള 4 നിങ്ങൾ ഓർത്ത് വെക്കണം. അതെങ്ങനെ ഓർത്ത് വെക്കുക, നോ AC എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. അതായത് സ്വതവേ അന്തരീക്ഷത്തിൽ നമുക്ക് AC ഉണ്ടോ, ഇല്ല, AC വെച്ചാലേ AC ഉള്ളൂ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ നോ AC എന്നുള്ള ഓർത്ത് വെക്കുക. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകങ്ങൾ, ഏറ്റവും ഫസ്റ്റ് വെക്കുന്ന ഏറ്റവും കൂടുതൽ നൈട്രജൻ, പിന്നെ വരുന്നത് ഓക്സിജൻ. അത് രണ്ടിൻ്റെ അളവ് നിങ്ങൾ പഠിച്ചു വെക്കണം. നൈട്രജൻ 78% നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ വന്നിട്ട് 21%. അത് രണ്ടിൻ്റെ അളവ് ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ആർഗണ്, പിന്നെന്താ, ആർഗൺ കഴിഞ്ഞിട്ട് എന്താ, കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം ഇത് 4 പഠിക്കാൻ പറഞ്ഞത് ഈ ഓർഡർ വരെ മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, PSC എടുത്ത് ചോദിച്ചിട്ടുണ്ട്. 4ാമത്തെ കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നവരെ അവർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 4 കറക്റ്റ് പഠിച്ചു വെക്കണം എന്നുള്ള എന്ത് ചെയ്യുന്നത് നിങ്ങളോട് പറയാനുള്ള കാരണം. അപ്പോൾ ആദ്യത്തെ 2 എന്ത് പഠിക്കണം, ശതമാനം പഠിക്കണം. 78%, 21%. പിന്നെ ഉള്ളതിൻ്റെ ശതമാനം ഒന്നും പഠിക്കേണ്ട. പക്ഷേ ആ ഓർഡർ നൈട്രജൻ, ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആർഗൺ. 3ാമത്തെ സ്ഥാനത്ത് ആർഗൺ ആണല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് എത്രാമത്തെ സ്ഥാനത്താണ്, 4ാമത്തെ സ്ഥാനത്താണ്. സോ ആ ഒരു ഓർഡർ നിങ്ങൾ വൃത്തിക്ക് എന്ത് ചെയ്യുക, പഠിച്ചു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് എല്ലാ ജീവികളും ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്ന വാതകേത, നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. അപ്പോൾ ഓക്സിജൻ അതൊന്ന് ഓർത്ത് വെച്ചോ. ശ്വസന ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ്
ശ്വസിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. ആ ഒരു കാര്യം എന്ത് ചെയ്താൽ പുറത്തു പോകും. ഇനി സ്റ്റൊമാറ്റ ഒരു ചെറിയൊരു ഫാക്റ്റാണ്. സ്റ്റൊമാറ്റ എന്താണെന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. അതായത് ഇലകളിലുള്ള സൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റൊമാറ്റ. ഇലകളിൽ സൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങൾ. എന്തിനായി സുഷിരങ്ങൾ? നിങ്ങൾ ഓർത്ത് നോക്കുക. എന്തിനായിരിക്കും സുഷിരങ്ങൾ? അതായത് അന്തരീക്ഷ വായുവിന് സസ്യത്തിനകത്തേക്ക് കടക്കാനും അതേപോലെ പുറത്തേക്ക് വരാനും. ഓക്കെ, അതായത് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നതും പ്രകാശ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? ഓക്സിജൻ പുറത്ത് വിടുന്നുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ആ ഓക്സിജൻ പുറത്തേക്ക് വരുന്നതും ഏത് വഴിയാണ്? ഈ സ്റ്റൊമാറ്റ വഴിയാണ്. അത് മറന്നു വരുത്തേ. അന്തരീക്ഷത്തിലുള്ള എന്താണ് അന്തരീക്ഷ വായു ഉള്ളിലേക്ക് എടുക്കുന്നത്, ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതൊക്കെ ഏത് വഴിയാണ്? സ്റ്റൊമാറ്റ വഴി. സ്റ്റൊമാറ്റ വഴി ചോദിച്ചിട്ടുണ്ട് മുമ്പ് ഒരു പ്രാവശ്യം. സ്റ്റൊമാറ്റ എന്നുള്ള ആ ഒരു വേർഡ് കറക്റ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 3 സസ്യങ്ങൾ പരിചയപ്പെടാണ്ട്. ജസ്റ്റ് പറയാം. ഒന്ന് മരവാഴ, നിങ്ങൾക്ക് പരിചയമുള്ളതാണ് മരവാഴ. രണ്ടാമത്തത് ഇത്തിൾ കണ്ണി, മൂന്നാമത്തത് മൂടില്ലാത്ത ആൾ. ഓക്കെ, ഈ മരവാഴൻ്റെ പ്രത്യേകത എന്താ? ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. മരവാഴക്ക് എന്താ? മരവാഴ ആഹാരം സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിൽക്കാനൊരു സ്ഥലത്തിന് വേണ്ടിയിട്ട് വേറെ എന്ത് ചെയ്യും? മരത്തിൻ്റെ മുകളിൽ അവർ ജീവിക്കും. അതായത് ആഹാരം സ്വയം നിർമ്മിക്കും, പക്ഷേ സ്ഥലം വേണം, അതിന് വസിക്കാനുള്ള സ്ഥലം വേണം. അത് പേരിൽ തന്നെ ഉണ്ട്, മരവാഴ. മരം വേണം അവർക്ക്, പക്ഷേ എന്ത് വേണ്ട? ഫുഡ് വേണ്ട. ഇനി രണ്ടാമത്തെ ഇത്തിൾ കണ്ണി, അതും പേരിൽ തന്നെ ഉണ്ട്. എന്താണെന്നല്ലോ? ഇത്തിരി എന്ന് ഓർത്ത് വെച്ചാൽ ഇത്തിരി. അതായത് ആഹാരമൊക്കെ സ്വയം നിർമ്മിക്കും, പക്ഷേ ജലവും ലവണവും വേണം. ആഹാരം നിർമ്മിക്കും, പക്ഷേ എന്ത് വേണം? ജലവും ലവണം വേണം. ഇനി മൂടില്ലാത്ത ആൾ, അതും പേരിലുണ്ട്. ഒന്നിനും മൂടില്ല എന്ന് ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെ ഓർത്ത് വെക്കുക? മൂടില്ല. അതായത് ആഹാരം നിർമ്മിക്കില്ല, പിന്നെ എന്താണ്? എല്ലാ കാര്യങ്ങളും ഒരു വേറൊരു സസ്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ് ഇത് മൂടില്ലാത്ത ആൾ. ഇവ മൂന്നും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. മൂന്നും ഓരോ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. ആദ്യം നമുക്ക് മരവാഴനെ നോക്കാം. അതായത് മരവാഴയുടെ കേസ് ഞാനെന്താ പറഞ്ഞാൽ? മരവാഴ അതായത് മരം മാത്രം മതി, ഭക്ഷണം എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് അവർ നിർമ്മിച്ചോളും. അതായത് വാസസ്ഥലത്തിനായിട്ട് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സസ്യങ്ങൾ വിളിക്കുന്ന പേരാണിത് എപ്പിഫൈറ്റ്സ്. അതിന് ഒരു എക്സാമ്പിൾ കൂടി, 2 എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ മരവാഴയാണ്, രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ? ഓർക്കിഡ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കിഡ് പൊതുവേ കുട്ടികൾ ചെറിയ കുട്ടിക്കാലത്തൊക്കെ എന്ത് ചെയ്യുക? മരത്തിലേക്കാണ് കയറുക, അല്ലേ? മരത്തിലേക്കൊക്കെ കയറും. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മരവാഴ, ഓർക്കിഡും എന്തിൻ്റെ എക്സാമ്പിൾസാണ്? എപ്പിഫൈറ്റുകൾക്കുള്ള എക്സാമ്പിളാണ്. എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ എന്താ? വാസസ്ഥലത്തിന് വേണ്ടി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു സസ്യത്തെ വേറൊരു സസ്യത്തെ ആശ്രയിക്കുന്നുള്ളൂ. ഭക്ഷണമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സസ്യം തന്നെ നിർമ്മിക്കുന്നുണ്ട്. ഇനി നമ്മൾ പഠിച്ച രണ്ടാമത്തെ ഒരാളുണ്ട്. ഇത്തിൾ കണ്ണിയാണ് ഇത് ഈ കാണുന്നത്. ഇത്തിൾ കണ്ണി ഞാൻ പറഞ്ഞു ഇത്തിരി മതി. അതായത് ആദ്യത്തെ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്തിട്ട് ഇത്തിൾ കണ്ണി എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സസ്യങ്ങൾ വിളിക്കുന്ന പേരാണിത് അർദ്ധപരാതങ്ങൾ, സെമി പാരസൈറ്റ്. അർദ്ധപരാതങ്ങൾ, അർദ്ധമാണ്, പൂർണ്ണമായിട്ടൊന്നും വേണ്ട, അർദ്ധം, കുറച്ച് മതി, ഇത്തിരി മതി എന്നുള്ള രീതിയിൽ അത് ഓർത്ത് വെച്ചോളാം. ഇനി മൂന്നാമത്തെ ആരാണ്? ഇത് മൂടില്ലാത്ത ആൾ. ഇതാണ് മൂടില്ലാത്ത ആൾ. മൂടില്ലാത്ത ആൾ ഞാൻ പറഞ്ഞു ഒന്നിനും മൂടില്ല. അതായത് ആദ്യത്തെ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. അതായത് ആദ്യത്തെ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുത്ത് മൂടില്ലാത്ത ആളുകളുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേരാണിത് പൂർണ്ണപരാതം. അതായത് എല്ലാം അത് വലിച്ചെടുക്കും, ആഹാരം നിർമ്മിക്കുന്നേ ഇല്ല. അതായത് ഒന്നിനും മൂടില്ല എന്ന് ഓർത്ത് വെച്ചാൽ എന്ത് കിട്ടും? പൂർണ്ണപരാതത്തിൻ്റെ എക്സാമ്പിളാണ് മൂടില്ലാത്ത ആൾ എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ 3 ഓർത്ത് വെക്കണേ. ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് എപ്പിഫൈറ്റിനുള്ള എക്സാമ്പിൾ ഏത്, അല്ലെങ്കിൽ അർദ്ധപരാതത്തിനുള്ള എക്സാമ്പിൾ ഏത്, പൂർണ്ണപരാതത്തിനുള്ള എക്സാമ്പിൾ ഏത്, എങ്ങനെയാണ് ചോദിക്കുക. അപ്പം നിങ്ങളുടെ ആൻസർ പറഞ്ഞേ. എപ്പിഫൈറ്റിനുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണ്? എപ്പിഫൈറ്റ് ഞാൻ പറഞ്ഞു എന്താണ്? ജസ്റ്റ് മരത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന മരവാഴ, അതേപോലെ കിഡ്, ഓർക്കിഡ്. പിന്നെ അർദ്ധപരാതം ഇത്തിരി മതി എന്നാൽ ഇത്തിൾ കണ്ണ്. പിന്നെ ഉള്ളത് പൂർണ്ണപരാതം ഒട്ടും മൂടില്ലാത്ത ആൾ. ആ രീതിയിൽ എന്ത് ചെയ്യുക? ഓരോന്നും അവിടെ ഓർത്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ ചാപ്റ്ററിൽ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡായി ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് അന്തരീക്ഷത്തിലുള്ള അതിൻ്റെ അളവ്, അന്തരീക്ഷത്തിലെ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഈ അർദ്ധപരാതം, പൂർണ്ണപരാതം എന്നുള്ള ആ ഒരു കാര്യം. പിന്നെ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാര്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നത് പ്രകാശ സംരക്ഷണ സമയത്തില്ല, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നത്, ഓക്സിജൻ പുറത്ത് വിടുന്നത്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു കുഞ്ഞ് ചാപ്റ്ററാണ്. ഇതിലാകെ നമുക്കൊരു 3 ഫാക്ട്സുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഒരു 3 ഫാക്ട്സ്, മാക്സിമം പോയാൽ 3 ഫാക്ട്സ്
അതിൽ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട 1-2 ഫാക്ട്സ് BCG ഒക്കെ ഇടയ്ക്ക് പോയി PSC എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് 2-3 ഡെഫിനിഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുന്നതാണെങ്കിൽ എപ്പോഴും നല്ലതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 2-3 ഡെഫിനിഷൻ വരുന്നുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കാനേ അതുള്ളൂ. ആദ്യം തന്നെ ആ ഡെഫിനിഷനാണ്. ഒന്നാമത് എന്താണ് ഈ പകർച്ചവ്യാധി എന്താണെന്നുള്ളത്, അത് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് കേട്ടോ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പകർച്ച, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് എന്ത്, പകർച്ചവ്യാധികൾ. മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അടുത്തത് മഹാമാരി, അതും പേരിൽ മഹാ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോ. എന്താണ് മഹാ എന്ന് പറയുമ്പോൾ, വേറെ രാജ്യങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ ഇത് വ്യാപിക്കുന്നുണ്ടെങ്കിൽ, അതായത് പകർച്ചവ്യാധി ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അതേപോലെ വേറെ ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ട് നിരവധി ആളുകളെ ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണിത് മഹാമാരി. നമുക്കിപ്പോൾ പരിചയമുള്ള ഇപ്പോൾ അടുത്ത് നടന്നുകൊണ്ടിരുന്ന മഹാമാരിയാണിത് COVID-19. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ മഹാമാരിയും പകർച്ചവ്യാധിയും 2 ഡെഫിനിഷനാണ്. പിന്നെ പാത്തജൻ, എന്താണ് പാത്തജൻ? പാത്തജൻ എന്ന് വെച്ചാൽ ബാക്ടീരിയ, വൈറസ്, ഇതിനൊക്കെ വിളിക്കുന്ന പേരാണെന്ത്, പാത്തജൻ. നമുക്ക് കാണാൻ പറ്റാത്ത ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ പടർത്തുന്ന സൂക്ഷ്മജീവികളാണ് പാത്തജൻസ്. ഇത് മനസ്സിലാക്കാനുള്ള, ഇതൊന്നും ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ചോദിക്കില്ല. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് പോയിന്റ് ഒന്ന് മൈൻഡിൽ വെച്ചോ. കാരണം ചിലപ്പോൾ PSC അല്ലെങ്കിൽ കേട്ടറ്റുള്ള എക്സാമുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ഉപകാരികളായിട്ടുള്ള ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് കേട്ടോ. ബാക്ടീരിയ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ദ്രോഹം ചെയ്യുന്നവ മാത്രമല്ല, ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മളെ എന്താണ് ദഹനത്തിനൊക്കെ സഹായിക്കുന്ന ഒത്തിരി ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഒട്ടനേകം ബാക്ടീരിയകൾ നമുക്ക് ഉപകാരികളായിട്ട് കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. അല്ലാതെ രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയകൾ വേറെയും ഉണ്ട്. ഇനി ഈ 3 പേരുകളോ ഞാൻ പറഞ്ഞില്ലേ 2-3 ഫാക്ട്സ് പഠിക്കാണ്ടെന്ന്, ഇതിൽ ഈ 3 പേര് നിങ്ങളൊന്ന് ഓർത്തോക്കണം. എന്ത്, കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസം. ഇത് 3 ഫംഗസുകൾക്കുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരിട്ട് എടുത്ത് ചോദിച്ചാൽ ഇവർക്ക് എളുപ്പമാണ്. കാരണം ഈ 3 കൊടുത്തിട്ട് 4ാമത് ഒരു ബാക്ടീരിയോ അല്ലെങ്കിൽ വൈറസോ കൊടുത്തിട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നോ അല്ലെങ്കിൽ ഫംഗസുകൾ പെടാത്തത് ഏതെന്നോ ആ രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് ചോദിക്കാം. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോ. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ, ഇവ എന്താണ്, ഇവയൊക്കെ നമ്മുടെ ഫംഗസ് വിഭാഗത്തിൽപ്പെടുന്ന കൂട്ടരാണ്. ആ 3 പേരും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോ. പിന്നെ ഇതിൽ രോഗാണുവാഹകർ, അതായത് രോഗാണുവാഹകരെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് വെക്ടർ കേട്ടോ, വെക്ടർ. ഇതും ഒരു ഡെഫിനിഷനാണ്, ഇതൊന്നും ഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിക്കില്ല. രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് ഇത് രോഗാണുവാഹകർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കൊതുക് അല്ലേ, കൊതുക് കടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി എന്ത് ചെയ്യുക, അസുഖം വരുന്നുണ്ട്, ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ വൈറസുകളൊക്കെ കൊണ്ടുവരുന്ന അതേപോലെ ജീവികൾ, പ്രത്യേകിച്ച് വവ്വാൽ, നിപ്പയൊക്കെ പരത്തുന്നത് വവ്വാലാണെന്ന് ഇടയ്ക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ എലിച്ചള്ള്, ഇങ്ങനെയുള്ള ആ ജീവികളെ വിളിക്കുന്ന പേരാണിത് രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടർ എന്ന് വിളിക്കും. റെഡി? അതും ജസ്റ്റ് വായിച്ചൊന്ന് പോകാനേ ഉള്ളൂ, അതൊന്നും പഠിക്കേണ്ട. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പഠിക്കേണ്ട അടുത്തൊരു ഫാക്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി, നമുക്ക് സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, രോഗപ്രതിരോധ ശേഷി വെച്ചിട്ട് എന്ത് ചെയ്യും, പ്രതിരോധിക്കും അതിനെ. ഇതല്ലാതെ പ്രതിരോധ കുത്തിവെപ്പുകൾ വഴി നമുക്ക് പ്രതിരോധ ശേഷി വരുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ ആർജിത രോഗപ്രതിരോധ ശേഷി. ഓക്കെ, അതായത് രോഗപ്രതിരോധ ശേഷി ഇങ്ങനെ ആർജിച്ചെടുക്കാൻ കഴിയും നമ്മൾ കുത്തിവെച്ചിട്ടൊക്കെ. പോളിയോ കുത്തിവെപ്പ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ കുറേ അസുഖങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുത്തിവെക്കുന്നുണ്ട്. കുട്ടികളെ ബേബി ആയിരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, കുത്തിവെക്കും. അതായത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ എന്താണ് ആർജിക്കുന്നതുണ്ട്. ആർജിക്കുന്നത് വെച്ചാൽ അത് നേടിയെടുക്കുന്നതാണ്, അതായത് പ്രതിരോധ കുത്തിവെപ്പിൽ വഴി എന്ത് ചെയ്യാണ് നമുക്ക് കിട്ടുന്നതാണ്. സോ ആ വാക്സിനുകളെ പറ്റിയാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇതിൽ ഇതട്ടോ വാക്സിനേഷൻ ചാർട്ടിൽ ഇത് നോക്കിക്കോ, ഇവിടെ 1, 2, 3, 4, 5, അതേപോലെ ഇത് കഴിഞ്ഞിട്ട് 6, 7, 8, 9, ഈ 9 എണ്ണത്തിൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് ഏത് രോഗത്തിനാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. ഞാൻ ഓരോന്നായിട്ട് പറയാം. ഇതിലെല്ലാം ആ പേരിൽ തന്നെ ഉണ്ട്, ചിലതൊഴിച്ചിട്ട്. പ്രത്യേകിച്ച് BCG ഫുൾ ഫോം നിങ്ങൾ പഠിക്കണം. ഏതാ? ബാസിലസ് കാൽമെറ്റെ ഗുവറിൻ പഠിക്കണേ. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ട് മുമ്പ്. ഏത് അസുഖത്തിന് വേണ്ടിയിട്ടുള്ള കുത്തിവെപ്പാണ് ഇത്? TB, ട്യൂബർക്കുലോസിസ്. നമ്മൾ ട്യൂബർക്കുലോസിസ് എന്ന് വിളിക്കുന്ന TBക്കുള്ള കുത്തിവെപ്പാണ് ഇത് BCG. ഇനി അടുത്ത പേര് OPV. ഇതൊക്കെ നിങ്ങൾക്ക് ഫുൾ ഫോം അറിയെങ്കിൽ കറക്റ്റായിട്ട് അതിൽ തന്നെ ഉണ്ട് പേര് എല്ലാം. ഓറൽ പോളിയോ വാക്സിൻ. ഏത് അസുഖത്തിനായിരിക്കും? പോളിയോ അസുഖത്തിന്. അടുത്ത Hep B, ഹെപ്പറ്റൈറ്റിസ് അസുഖത്തിന്. അതേപോലെ FIP-B, പോളിയോ വാക്സിനാണ്. പോളിയോ വാക്സിൻ്റെ ഫ്രാക്ഷണൽ ഡോസിനെ വിളിക്കുന്നതാണ് FIP-B.
അടുത്ത RVV, അതും പേരിൽ തന്നെ ഉണ്ട്, റൊട്ടാ വൈറസ് വാക്സിനാണ്. ഇനി അടുത്തത് പറയുകയാണെ PCV. PCV എന്ന് പറയുമ്പോൾ നിങ്ങൾ പിയിലല്ല തുടങ്ങുന്ന ആ പേര്, ന്യൂമോണിയ എന്ന് എഴുതുമ്പോൾ P ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ കേട്ടോ, PCV. പഠിച്ചു നോക്കണേ, ഇതിൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാം, പല രീതിയിൽ ചോദിക്കാം. MR, മീസിൽസ് റുബെല്ല വാക്സിൻ. അടുത്തത് DPT, ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, DPT വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ്. അടുത്തത് TD, ടെറ്റനസ് ഡിഫ്തീരിയ. ഒക്കെ ആ പേരിൽ തന്നെ ഉണ്ട്, ഓരോ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ്, ഓരോ അസുഖത്തിന് ഫസ്റ്റ് ലെറ്റർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത്. തൽക്കാലത്തേക്ക് നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. വരുന്ന ക്ലാസ്സുകൾ നമുക്ക് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഓരോ വാക്സിനും എന്തിനു വേണ്ടിയിട്ടാണ് എപ്പോഴാണ് കൊടുക്കുന്നതൊക്കെ കുറച്ച് ഡീപ്പായിട്ട് വരും. ആ ടൈമിൽ മാത്രം പഠിച്ചാൽ മതി. കാരണം ഇതിൽ നമ്മളത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലെങ്തി ആവും, നമുക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇതിൽ ഓർത്തുകൊണ്ടൊരു കാര്യമുണ്ട്, ജനന സമയത്ത് കൊടുക്കുന്ന വാക്സിൻസ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ജനന സമയത്ത് കൊടുക്കുന്ന വാക്സിൻസ് ആണ് ഇത്, ഈ 3 എണ്ണം, OPVയും BCGയും ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെതും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കണം. HOB എന്നോ BOH എന്നുള്ള രീതിയിലോ, എന്താണ് ബർത്ത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഹാപ്പി ബർത്ത് എന്നുള്ള ഹാപ്പി ഓയും കൂടി ഓർത്ത് വെക്കണേ. അപ്പോൾ ജനന സമയത്ത് കൊടുക്കുന്ന വാക്സിനാണ് ഇത്, ഹെപ്പറ്റൈറ്റിസ്, ഓളിയോപോറൽ OPV, അതേപോലെ BCG. BCGയുടെ ഫുൾ ഫോം എന്തായിരുന്നു, ബാസിലസ് കാൽമറ്റെ ഗുവറിൻ. പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രീവിയസ് ഏറ്റവും കൂടുതൽ വാക്സിനിൽ എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ടാവുക ഈ BCG തന്നെയായിരിക്കും. മറ്റുള്ളതൊന്നും നിങ്ങൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ എന്താ ഫുള്ളായിട്ട് പഠിക്കേണ്ട. കാരണം 6 ആഴ്ച 10 ആഴ്ച 14 ആഴ്ച ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഓരോന്നോരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഓരോ സമയത്ത് കൊടുക്കേണ്ട വാക്സിന് ഫുള്ളായിട്ടൊന്നും വേണ്ട. അത് നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചത് മാത്രം എന്ത് ചെയ്താൽ മതി, എടുത്തിട്ട് പഠിച്ചാൽ മതി. അതെപ്പോഴും നമുക്ക് ടോപ്പിക് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, ആ ടൈമിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു ബൈഹാർട്ടാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണുള്ളത്. ഒന്ന്, ഈ വാക്സിനേഷൻ ചാർട്ടിലെ വാക്സിനേഷൻ്റെ പേര്, അത് ഫുൾ ഫോം നിങ്ങൾ പഠിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫംഗസുകൾ, 3 ഫംഗസുകൾ നിങ്ങൾ ഓർത്തോക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 ഫംഗസുകളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തോക്കണം. അതാണ് ഇതിലെ ബൈഹാർട്ടാക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളത് പകർച്ചവ്യാധി എന്താണോ, മഹാമാരി എന്താണെന്നൊക്കെ ഉള്ളതാണ്. പിന്നെ രോഗാണുവാഹകർ എന്താണെന്നുള്ളതാണ്, രോഗകാരി എന്താണെന്നുള്ളതാണ്. അത് ജസ്റ്റ് ആ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. അതൊന്നും എക്സാമിൽ ഡെഫിനിഷനൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, അതൊന്നും ചോദിക്കാനുള്ള ചാൻസും ഇല്ല. ഓക്കെ, ഇന്ന് ഇതോടെ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് 3ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ, ഫാക്ട്സുകൾ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അതായത് ജലവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുകൾ, മാക്സിമം പോയാൽ 3 ഫാക്ട്സ് കേട്ടോ, അത്രയേ ഉള്ളൂ. കാരണം വളരെ ചെറിയ ചാപ്റ്ററാണ്, നമുക്കത് സ്പീഡിൽ തീർക്കാം. നമ്മളിത് SCRT കംപ്ലീറ്റ് ചെയ്യുന്ന സീരീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മുമ്പ് ചെയ്ത ക്ലാസ്സുകളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം. ഫസ്റ്റ് ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് നോക്കേണ്ടത് കേട്ടോ, ബുക്കിൽ തന്ന ഒരു ഫാക്ട്സ്, രക്തത്തിലെ വെള്ളത്തിൻ്റെ ഒരു പേഴ്സൻറ്റേജ്. രക്തത്തിൽ ഏകദേശം 94% എന്താണ്, ജലമാണ് ഉള്ളത്. മറ്റുള്ള ഇവിടെ തന്നിരിക്കുന്ന ബാക്കിയൊന്നും അങ്ങനെ ചോദിക്കാറില്ല. രക്തത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കേസാണ് രക്തത്തിലെ ജലത്തിൻ്റെ അളവ്. സോ അതൊന്ന് ഓർത്ത് വെച്ചോ. അതേ കേസിൽ ഞാനിവിടെ ഒരു അഡീഷണൽ ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാം. രക്തത്തിലെ ഒരു പ്രധാന ഘടകമാണ് പ്ലാസ്മ. ഓക്കെ, ആ പ്ലാസ്മയിലെ ഏകദേശം 92% എന്താണ്, ജലമാണ്. അതും ഒന്ന് ഓർത്ത് വെച്ചോ. കാരണം ചിലപ്പോൾ അങ്ങനെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. സോ ഈ 2 ഫാക്ട്സുകൾ എന്ത് ചെയ്യുക, 92, 94 എന്നുള്ളത് ഒന്ന് കണക്ട് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ് 93% എന്താണ്, രക്തത്തിലും പ്ലാസ്മയിലും ജലമാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇതിൽ അടുത്ത ഫാക്ട്സ് എന്ന് പറയുന്നത് പറയാം. നിങ്ങൾക്കറിയാം, സോഡ നമ്മളെപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് സോഡ, അല്ലേ? കടകളിലൊക്കെ കാണാറുണ്ട്. എന്താ ഈ സോഡ എന്ന് പറയുന്നത്, ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് CO2 എന്ന വാതകം എന്താണ്, ലയിപ്പിച്ചിട്ടുണ്ടാക്കുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം ലയിപ്പിച്ചിട്ടുണ്ടാക്കുന്നതാണ് സോഡ. ഓക്കെ, അതായത് സോഡ കുപ്പി തുറക്കുമ്പോൾ നമുക്ക് കുമിളകൾ വരുന്നത്, അതിലെ കുമിളകൾ വരുന്നത് എന്താണ്, ശരിക്കും അതിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ, ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. എന്താണ് ലീനമെന്നും, എന്താണ് ലായകമെന്നും, എന്താണ് ലായനി എന്നും. ലായനി ഏകദേശം നിങ്ങൾക്ക് അറിയായിരിക്കും. ലീനവും ലായകമാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുന്ന ഉപ്പ് വെള്ളം എടുക്കാം. ഉപ്പ് വെള്ളം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഉപ്പ് ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് ഉപ്പ് വെള്ളം ഉണ്ടാകുന്നത്. അതായത് ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് ഒരു ലായനിയാണ്. ഓക്കെ,
അതിലെ ഉപ്പ് എന്നത് ഒരു ലീനമാണ്. അതായത് ഏത് വസ്തുവാണോ ലയിപ്പിക്കുന്നത്, ലയിച്ച് ചേരുന്ന വസ്തു, ആ ലയിച്ച് ചേരുന്ന വസ്തുവിനെ വിളിക്കുന്ന പേരാണിത് ലീനം. ഇനി എന്തിലാണോ ലയിപ്പിക്കുന്നത്, ഓക്കെ, ആ ലയിപ്പിക്കുന്നതിനെ ഇവിടെ വെള്ളത്തിലാണ് ലയിപ്പിക്കുന്നത്, അപ്പോൾ ആ വെള്ളത്തിനെ വിളിക്കുന്ന പേരാണിത് ലായകം. ഇത് രണ്ട് ഓർത്തൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അത് ഓർത്ത് വെക്കുക. അതായത് ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് ലീനവും വെള്ളം ലായകവും ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഡെഫിനിഷൻ പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ലീനവും ലായകവും തമ്മിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ആ രീതിയിൽ തന്നെ ഓർത്ത് വെക്കുക. ലായനി നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന പ്രൊഡക്റ്റാണ് എന്ത്, ലായനി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ സോഡ, തൊട്ട് മുന്നേ നമ്മൾ സോഡ പറഞ്ഞിട്ടുണ്ട്. സോഡ എങ്ങനെയാണ് വരുന്നത്, ഉണ്ടാവുന്നത് വെള്ളത്തിൽ എന്തോ ലയിപ്പിച്ചിട്ടാണ്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ലീനമാണ്. അതേപോലെ വെള്ളം ആണ് ഇവിടുത്തെ ലായകം. ഓക്കെ, ഇവിടെ കണ്ടോ, പല കേസിൽ ലായകം എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്. അത് നമുക്ക് പറയാനുണ്ടോ എന്ന് ഞാൻ പറയാം. ഇനി പഞ്ചസാര ലായനി എടുത്തു കഴിഞ്ഞാൽ അതിൽ ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്, ലായകം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, വെള്ളം തന്നെയാണ്. അപ്പോൾ കുറേ കേസിൽ, ഏകദേശം കേസിലും ഈ വെള്ളമാണ് എന്ത് ചെയ്യുന്നത്, ലായകമായിട്ട് വരുന്നത്. അതുകൊണ്ട് വെള്ളത്തിനൊരു പേര് നമ്മൾ വിളിക്കാറുണ്ട്, എന്ത്, സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെൻറ്റ്. ചെറിയ എക്സാമുകൾക്ക് മുമ്പ് ചോദിക്കാറുണ്ട് കേട്ടോ. 7th 10th ലെവൽ കേരള PSC എക്സാമുകൾക്ക് മുന്നേ ചോദിച്ചിട്ടുണ്ട്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏത്, ജലമാണ് കേട്ടോ. ജലത്തിൻ്റെ നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് ജലത്തിനെ വിളിക്കുന്ന പേരാണെന്ത്, സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെൻറ്റ്. മറന്നു വരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് അതാണ്. ഇനി നിങ്ങൾക്കറിയാം, ജലം എന്ന് പറയുന്നത് ഇപ്പം ഖരാവസ്ഥയിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ഖരാവസ്ഥയിലായിട്ടുള്ള ഐസായിട്ട് മാറും ആണല്ലോ. ഇനി നമുക്കിപ്പം വെള്ളം തിളപ്പിക്കുമ്പോൾ അത് എന്തായോ നീരാവിയാവും, അതായത് വാതകാവസ്ഥയിലേക്ക് മാറും. ഓക്കെ, അങ്ങനെ 3 അവസ്ഥയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ വെള്ളത്തിനെ കാണാൻ പറ്റും. പ്രകൃതിദത്തമായിട്ട് തന്നെ കാണാൻ പറ്റും. കാരണം എന്താ, നമുക്ക് ഇപ്പം എവിടെ പോയാലും അന്റാർട്ടിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം ഐസ് ഉണ്ട് അവിടെ. അതേപോലെ ദ്രാവകാവസ്ഥയിൽ നമുക്ക് നാട്ടിലെ നദികളിൽ ജലമുണ്ട്. വാതകാവസ്ഥയിൽ എന്ത് കാണാം, നിങ്ങൾക്ക് വെള്ളത്തിനെ കാണാൻ പറ്റും. അതായത് പ്രകൃതിദത്തമായിട്ട് 3 അവസ്ഥയിലും കാണപ്പെടുന്ന ഏക പദാർത്ഥം ഏതാണ്, വെള്ളമാണ്. മറന്നുപോയതിൻ്റെ ആ ഫാക്ട് ഓർത്തോക്കണം. ഇനി എന്താണ് ഈ ബാഷ്പീകരണം എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അതായത് ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ എന്ത് ചെയ്യും, ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ വിളിക്കുന്ന പേരാണിത് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾക്ക് വെള്ളം തുറന്ന് ഒരു ചുറ്റുപാടിൽ ഒരു വെള്ളം ജസ്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഉപരിതലത്തിൽ നിന്ന് ചെറു കണികൾ ചുറ്റുപാടിലേക്ക് ഇങ്ങനെ വ്യാപിച്ച് പോകും. ഇനി അത് ചൂടാക്കുമ്പോഴോ, നിങ്ങൾ ആ വെള്ളം ചൂടാക്കുകയാണ്, വെറുതെ വെക്കുന്നതല്ല, ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുകയല്ലേ, അല്ലേ, പെട്ടെന്ന് അതെന്തായിട്ട് മാറും, കണികളായിട്ട് വായുവിലേക്ക് ലയിച്ചു പോകും. സോ ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു എന്നുള്ളതുകൂടി അവിടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ബാഷ്പീകരണം എന്താണെന്ന് പഠിച്ചു, പിന്നെ ചൂടാക്കുമ്പോൾ ബാഷ്പീകരണം സംഭവിക്കുന്നത് എന്താണെന്ന് പഠിച്ചു, ജലത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളിവിടെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ജലത്തിൻ്റെ ടോട്ടൽ 2 പ്രത്യേകതകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് ഇതുവരെയായിട്ട്. ഇനി 3ാമതൊരു പ്രത്യേകത ഉണ്ട്, അതുകൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതിൽ എന്താണ് ആ പ്രത്യേകത, അത് ഇവിടെ എവിടെയോ പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് നോക്കട്ടെ. വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. നിങ്ങൾ ഒരു ബീക്കറിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചാൽ വെള്ളം ഇങ്ങനെയാണോ നിൽക്കുന്നത് എപ്പോഴെങ്കിലും, അല്ല, ഗ്ലാസ്സിൽ നിരപ്പിലാണ്, ഒരേ ലെവലിലാണ് എന്ത് ചെയ്യുക, ഗ്ലാസ്സിൽ വെള്ളം അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പറമ്പിൽ എവിടെയെങ്കിലും താഴെ വെള്ളം ഉണ്ടെങ്കിൽ, പറമ്പിൻ്റെ അടിയിൽ മണ്ണിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഒരേ ലെവലിലേക്കായി വരാൻ വേണ്ടി നോക്കും. അതായത് അത് വിധാനം പാലിക്കും. അപ്പോൾ വിധാനം പാലിക്കുന്നു എന്നത് എന്താണ്, ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ജലത്തിൻ്റെ 3 സവിശേഷതകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചേ, അതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ. അത് മറന്നു പോയത്. ഫസ്റ്റ് പഠിച്ച എന്താ, ജലം ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്, എന്താ, സാർവിക ലായകമാണ്. അതാണ് 1ാമത്തെ ഫാക്ട്സ്. 2ാമത്തെ ഫാക്ട്സ് എന്താ, പ്രകൃതിദത്തമായ രീതിയിൽ വാതകത്തിലും ദ്രാവകത്തിലും എന്താണ് ഖരത്തിലും കാണപ്പെടുന്ന ഏക വസ്തു എന്ന് പറയുന്നത് ഏതാണ്, ജലമാണ്. 2ാമത്തെ ഫാക്ട്സ്. 3ാമത്തെ ഫാക്ട്സ്, ജലം വിധാനം പാലിക്കുന്നു. വിധാനം എന്ന് വെച്ചാൽ അത് എന്താണ്, നിരപ്പായിട്ട് വരുന്ന ഒരു അവസ്ഥേനെയാണ് ഇത് വിളിക്കുന്നത്, വിധാനം എന്ന് വിളിക്കുന്നത്. ഈ 3 ഫാക്ട്സുകൾ നിങ്ങൾ മറന്നുപോയത്. ഇതാണ് ഈ ചാപ്റ്ററിലെ 3 മെയിൻ ഫാക്ട്സുകൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ പഠിച്ചത് ലീനമെന്തും ലായകമെന്തും ലായനി എന്നുള്ളതാണ്, അത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഏറ്റവും ഫസ്റ്റ് പഠിച്ചത് അതും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് 92% രക്തത്തിലെ ജലത്തിൻ്റെ അളവ്, അതേപോലെ പ്ലാസ്മയിലാണെങ്കിൽ 92-94% എന്നുള്ളതും ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്, SCRT ഡയറക്റ്റായിട്ട് ചിലപ്പോൾ എടുത്ത് ചോദിക്കാറുണ്ട്, ചോദിച്ചാൽ കിട്ടാതെ പോരുത്. സോ ഇതിൽ നിങ്ങൾക്ക് പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ജീവനുള്ള വിത്തുകൾ,
മെയിനായിട്ട് സസ്യങ്ങളുടെ വിത്തുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. PSC ഇതിൽ ചോദിക്കുന്ന 1-2 ഫാക്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളതൊന്നും അധികം റിപ്പീറ്റഡ് ആയിട്ടൊന്നും ചോദിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ SCERT ബുക്കിലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഫുള്ളായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ഞാൻ ആദ്യം ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ 2-3 ഫാക്ട്സുകൾ ആദ്യം ഞാനത് പറയാം. കാരണം അത് നിങ്ങൾ ആദ്യം പഠിക്കുന്നത് എപ്പോഴും ഫ്രഷ് പഠിക്കുന്നത് എപ്പോഴും മൈൻഡിൽ നിൽക്കും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് തന്നെ എന്ത് ചെയ്യാം, അങ്ങ് പഠിച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, മുമ്പുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ അതും കൂടി കാണാം. പിന്നെ ബുക്ക് മാർക്ക് ചെയ്ത ബുക്ക് ആണെങ്കിൽ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ലിങ്ക് ഗൂഗിൾ ഡ്രൈവിൻ്റെ ആ ഒരു ലിങ്ക് താഴെ കൊടുക്കാം. ഒന്നാമത്തത് ഇതൊന്നല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഫാക്ട്സ് എന്ന് പറയുന്നത് കേട്ടോ, ഒന്ന് ഹൈഡ്രോപോണിക്സ് ആണ്. ഇത് സ്ഥിരം ചോദിക്കുന്നുണ്ട് കേട്ടോ, അധിക പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. അതായത് മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ എങ്ങനെയാണ് സസ്യങ്ങൾ വളർത്തുക? അപ്പോൾ പോഷകലായനിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സസ്യങ്ങളെ വളർത്തുന്നത്. അപ്പോൾ മണ്ണില്ലാതെ സസ്യങ്ങളെ വളർത്തുന്ന രീതി എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ ABCD തരും. ആ ABCDയിൽ ഹൈഡ്രോപോണിക്സ് എന്ത് ചെയ്യണം, നിങ്ങൾ ചൂസ് ചെയ്യണം. ഹൈഡ്രോ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, മണ്ണില്ലാതെ വെള്ളം എന്ന് പറയുന്നത് പോഷകലായനിയാണ് ഉള്ളത്, ഹൈഡ്രോപോണിക്സ്. അത് ഓർത്തോക്കണേ. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഫാക്ട്. ഇനി രണ്ടാമത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ട്സ് എന്ന് പറയുന്നത് വിത്ത് വിതരണമാണ്. നിങ്ങൾക്കറിയാം, ഓരോ സസ്യങ്ങളും വിത്ത് വിതരണം ചെയ്യണം. കാരണം അത് വീണ്ടും എന്ത് ചെയ്യണം, ആ സസ്യങ്ങൾ വളർന്നു വരണമെങ്കിൽ ആ വിത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കണം. അങ്ങനെ വിത്ത് വിതരണം ചെയ്യുന്ന സസ്യങ്ങളുടെ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. പ്രത്യേകിച്ചും തേങ്ങ ചോദിക്കാറുണ്ട്, മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വിത്ത് വിതരണം നടത്തുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. തേങ്ങ മെയിനായിട്ട് ഇതാ ഇവിടെ ഉണ്ട്. അതൊക്കെ തെങ്ങ് വെള്ളത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വിത്ത് വിതരണം നടത്തുന്നത്. അപ്പൂപ്പൻ താടി, അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കാറ്റ് വഴി അപ്പൂപ്പൻ താടി കാറ്റിലൂടെ പറന്നു പോകും. അതും നിങ്ങൾക്കറിയാം. വെണ്ട എന്ന് വെച്ചാൽ അത് വെണ്ട പൊട്ടിത്തെറിക്കും. അപ്പം നമ്മൾ പൊട്ടിത്തെറിക്കണ്ടെന്ന് പറയില്ല ചില ആളുകളോട്, ചൂടാകുമ്പോൾ പൊട്ടിത്തെറിക്കണ്ട. അപ്പോൾ വേണ്ട എന്നുള്ളത് ആ പൊട്ടിത്തെറിക്കണ്ട എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ എക്സ്പ്ലോഷൻ മെത്തേഡിലാണ് കേട്ടോ. എക്സ്പ്ലോഷൻ ആണ് P-ൻ്റെ ഇവിടെ. എക്സ്പ്ലോഷൻ മെത്തേഡിലാണ് വെണ്ട എന്ത് ചെയ്യുന്നത്, വിത്ത് വിതരണം നടത്തുന്നത്. ഇനി പേര അല്ല പേരക്ക എന്ന് പറയും. അതെന്താണ്, പക്ഷികളൊക്കെ ഭക്ഷിച്ചിട്ട് അനിമൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്, വിത്ത് വിതരണം നടത്തുന്നത്. റബ്ബറും പൊട്ടിത്തെറിച്ചിട്ടാണ് കേട്ടോ. അത് വേണം നിങ്ങൾക്ക് ഓർത്തൊക്കെ ഒരു ട്രിക്ക് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും റബ്ബറിൻ്റെ ചപ്പലുണ്ടെങ്കിൽ അത് റബ്ബർ ചപ്പൽ പൊട്ടിപ്പോയി എന്ന് പറയില്ലേ, അപ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് വരുന്നതാണ് ഏത്, റബ്ബർ. കാശിത്തുമ്പയും എന്താണ്, പൊട്ടിത്തെറിച്ച് വഴി സീഡ് ഡിസ്പേഴ്സൽ, വിത്ത് വിതരണം നടത്തുന്നതാണ്. അതും ഓർത്ത് നോക്കണേ, ഈ തുമ്പ എടുത്താൽ മതി. തുമ്പയിൽ നമ്മളെപ്പോഴും റോക്കറ്റ് വിക്ഷേപണം എപ്പോഴും എക്സ്പ്ലോഷൻ ആയിരിക്കും അല്ലേ, പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് വരും. അപ്പോൾ കാശിത്തുമ്പയും പൊട്ടിത്തെറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിത്ത് വിതരണം നടത്തുന്നത്. ഇത്രയാണ് ഇതിലെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ വരുന്നത്. ഇനി ഞാൻ ഇതിലെ എല്ലാ ഫാക്ട്സുകളും എന്ത് ചെയ്യാണ് പറയാൻ പോവാണ്, ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇതിലാദ്യമായിട്ട് ഒരു വിത്ത്, നിങ്ങൾക്കറിയാം, ഒരു വിത്ത് മുളച്ചു വരാൻ എന്താണ് ആവശ്യം എന്നുള്ളതാണ്. എപ്പോഴും ഓർത്ത് നോക്കണം. ഇത് നല്ല വൃത്തിക്ക് നിങ്ങൾ ഓർത്ത് നോക്കുക. വിത്ത് മുളക്കാൻ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഇത് അറിഞ്ഞിരിക്കണേ, നമ്മൾ ഗസ് ചെയ്തത് ചിലപ്പോൾ എന്തില്ല കിട്ടൂല. ജലം, പിന്നെ എന്താണ്, വായു, അനുയോജ്യമായ താപനില. ഈ 3 കാര്യങ്ങളുണ്ട് എന്ത് ചെയ്യുക, വിത്തിന് മുളച്ചു വരാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയാണ് വേണ്ടത്, ജലം, വായു, അനുയോജ്യമായിട്ടുള്ള താപനില. ഈ മണ്ണ്, സൂര്യപ്രകാശമൊക്കെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, അതൊന്നും എന്തല്ല, ഘടകങ്ങളല്ല. ഓക്കെ, അതൊന്നും ഘടകങ്ങളല്ല. ഈ ഏറ്റവും അത്യാവശ്യം വിത്ത് മുളക്കാൻ വേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്തൊക്കെയാണ് വേണ്ടത്, ജലവും വായുവും താപനിലയും. അത് 3 നിങ്ങൾ ഓർത്ത് വെക്കണേ. കാരണം ഓപ്ഷനിൽ മണ്ണ്, സൂര്യപ്രകാശം തന്നിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം അല്ല എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി ഓരോ വിത്ത് മുളക്കാനും വ്യത്യസ്തമായിട്ടുള്ള സമയവും താപനിലയും എന്ത് വേണം, ആവശ്യമാണ്. അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഈ വിത്തിലെ ഈ 3 ഭാഗങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചോ. ഇത് പറ്റും വിത്ത് മുളച്ചു വരുന്ന തുടക്ക സമയത്ത് ബീജമൂലം, പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ബീജപത്രം, ബീജശീർഷം. ഇതൊന്ന് ഓർത്ത് വെച്ചോ. കാരണം ഇനി നമ്മൾ അങ്ങോട്ട് എടുക്കുന്ന ഭാഗങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. അല്ലെ ഈ പറയുന്ന എല്ലാ പേരുകളും ഒരേപോലെയാണ് തോന്നും. മനസ്സിലാക്കിയിട്ട്, കാരണം ഇതൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ആ കണക്ഷനൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഒരുന്നായിട്ട് പറയാം. ഹൈഡ്രോപോണിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ആദ്യമായിട്ട് ബീജപത്രം. നമ്മളിപ്പോൾ ബീജപത്രം കണ്ടില്ലേ,
ബീജപത്രം. എന്തിനാണ് ബീജപത്രം എന്നുള്ള? വിത്ത് മുളച്ചിട്ട് ഇല ഉണ്ടാകുന്നത് വരെ എന്താണ്, നിങ്ങൾക്കറിയാം ഇലയിൽ വെച്ചിട്ടാണ് ചെടികൾ എന്ത് ചെയ്യുന്നത്, ആഹാരം പാകം ചെയ്യുന്നത്. പക്ഷേ ഇല ഉണ്ടാകുന്നത് വരെ അവർക്ക് ഉള്ള ഭക്ഷണം, ചെടിക്കുള്ള ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ആഹാരം കിട്ടുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. അപ്പോൾ ഗർഭപാത്രം എന്നുള്ള ഓർത്ത് വെച്ചാൽ കുട്ടിക്ക് എപ്പോഴും ഭക്ഷണം കിട്ടാൻ ഗർഭപാത്രത്തിൽ നിന്നാണല്ലേ, അതേപോലെ ബീജപത്രം എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്തുക്കുക. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം. ഇവിടെ പയറും അതേപോലെ ചോളവും എടുത്താൽ പയറിൽ ഇവിടെ ഒറ്റൊന്നേ ഉള്ളൂ. അതായത് പയർ വിത്തിൽ 2 ബീജപത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ 2 എണ്ണം. പക്ഷേങ്കിൽ ചോളത്തിൽ ഒരു ബീജപത്രവും ഒരു ബീജാന്നവും ഉണ്ടാവും. ഓക്കെ, ബീജാന്നം. അതായത് പയർ വിത്തിൽ 2 ബീജപത്രം ഉണ്ട്, ചോളത്തിൽ എന്തല്ല ഒരു ബീജപത്രം മാത്രമാണുള്ളത്. അപ്പോൾ ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഈ ചോളത്തിലെ മറ്റേ ഭാഗത്തിനെ പറയുന്ന പേരെന്താ? ബീജാന്നം. അപ്പോൾ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യത്തിൽ അപ്പം സസ്യങ്ങൾ വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്ന എവിടെ നിന്നായിരിക്കും? ബീജാന്നത്തിൽ നിന്നായിരിക്കും. നമ്മുടെ അന്നനാളം പോലെ. അപ്പോൾ ബീജപത്രം ഉണ്ടെങ്കിൽ ബീജപത്രം. ഓക്കെ, ഇനി ബീജപത്രവും ബീജാന്നം ഉള്ളെങ്കിൽ ബീജാന്നത്തിൽ നിന്നാണ് ആ ചെടിക്കുള്ള ആഹാരം കിട്ടുന്നത്. എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തോ. ഇനി വിത്ത് മുളക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചിത്രം കണ്ടിട്ടുണ്ടായില്ലേ, വിത്ത് കുതിർന്നിട്ട് പുറന്തോട് ആദ്യം പൊട്ടും, എന്നിട്ട് ആദ്യം പുറത്ത് വരുന്ന ഭാഗമാണ് ഇത് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ എന്ന് പറയും. പിന്നീട് പുറത്ത് വരുന്നതാണ് ബീജശീർഷം അല്ലെ പ്ലിമ്യൂൾ. ഇനി ബീജമൂലം എന്തായിട്ട് മാറും? താഴോട്ട് പോയിട്ട് വേരായിട്ട് മാറും. ബീജശീർഷം കേട്ടോ, തണ്ടും ഇലയായിട്ട് മുകളിലോട്ട് വന്നിട്ട് മാറും. ഇനി പൂർണ്ണതോതിൽ പ്രകാശ സംരക്ഷണം നടക്കുന്നവരെ ബീജപത്രത്തിലോ അല്ലെ ബീജാന്നത്തിലുള്ള ആഹാരമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ സസ്യം ഉപയോഗിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഫാക്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബീജമൂലം എന്താണെന്ന് മനസ്സിലായി, ബീജശീർഷം എന്താണെന്ന് മനസ്സിലായി. പിന്നെയുള്ളത് ബീജാന്നോ, ഇപ്പോൾ നോക്കിക്കോളെ, ബീജാന്നോ ബീജപത്രം. എന്തിനാണ്, അവയുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് നോക്കണം. ഇനി അടുത്ത കാര്യത്തിലേക്ക് അപ്പോൾ കടക്കുവാണേ. വിത്ത്, അതായത് ഒരു മാതൃസസ്യത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? വിത്ത് വിതരണം എന്ന് വിളിക്കുന്നത്. അതായത് സീഡ് ഡിസ്പേഴ്സൽ എന്ന് വിളിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. തെങ്ങ് അല്ലെങ്കിൽ തേങ്ങ എങ്ങനെയാണ് പോകുന്നത്? വെള്ളത്തിൽ കൂടെ ഒഴുകിയിട്ടാണ് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ 2 എണ്ണം കൂടി കാണാം, ഞാൻ പറയാത്തത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതാണ് ഞാൻ അവിടെ വിട്ടത്. കടലാടിയും അതേപോലെ അസ്ത്രപ്പുല്ലും. ഇത് ഓരോ ഭാഗം, നമ്മളിപ്പോൾ അസ്ത്രപ്പുല്ല് വഴിയൊക്കെ നടന്നു പോയിട്ടുണ്ട്, നമ്മളെ വസ്ത്രത്തിലൊക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഭാഗം പറ്റിപ്പിടിച്ച് അവിടെ നിൽക്കും. എന്നിട്ട് വേറെ സ്ഥലത്ത് എന്ത് ചെയ്യും, അവിടെ പോയിട്ട് വീഴും. അതായത് വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ച് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ ജീവികളുടെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ കടലാടി വസ്ത്രപ്പുല്ലൊക്കെ വിത്ത് വിതരണം നടത്തുന്നത്. പൊട്ടിത്തെറിച്ചിട്ട് വരുന്ന ഏതൊക്കെയാണ്? റബ്ബർ, കാശിത്തുമ്പ, പിന്നെ ഏതൊക്കെയായിരുന്നു, പിന്നെ ഒന്നുകൂടെ ഉണ്ട്, വെണ്ട. കാറ്റിലൂടെയോ? അപ്പൂപ്പൻ താടി. ജലത്തിലൂടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, തെങ്ങ്. മൃഗങ്ങൾ ഭക്ഷിച്ചിട്ട് പോകുന്നതാണ് പേര അല്ലെ പേരക്ക. ഇതെല്ലാം ഓർത്ത് നോക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. നമുക്ക് 2 ടൈപ്പ് ഇലകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ നോക്കിയേ, നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഇലകളിൽ ഈ ഒരു 2 ടൈപ്പ് ഇലകളാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഈ ഇലകളുടെ എന്താണ് വ്യത്യാസം? എന്താ? ആദ്യത്തെ ഇലയിൽ നോക്കിയാൽ ഒരു നെടുങ്ങനെ ഒരു വര പോയിട്ടുണ്ട്. സിരകൾ എന്നാണ് കേട്ടോ പറയുക അതിനെ. അതായത് ജലം ഇതൊക്കെ എത്തുന്നത് അതുവഴിയാണ്. പിന്നെ അതിൽ നിന്നിങ്ങനെ ഭാഗമായിട്ട് ഓരോന്നോരോന്നായിട്ട് പോവാണ്. പക്ഷേ രണ്ടാമത്തെ ഇല നോക്കി നിങ്ങൾ ഇല്ലേ, ഒരു പാരലായിട്ട് ഇങ്ങനെ അത് തൊടാതെ എന്ത് ചെയ്യാണ്, മുകളിലോട്ട് പോവാണ്. ഇതിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഏതാ? ഈ കാണുന്ന വരകളില്ലേ, ആ വരകൾ വഴി. ആ വരകൾ വിളിക്കുന്ന പേരാണെന്ത്? സിരകൾ. ഇലകളിലെ സിരകളാണവ. ഇനി ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന ഒരു സിര ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് പുറപ്പെട്ട അനേകം ചെറിയ ശിലകൾ. ഇതാണ് ഒന്നാമത്തെ കേസാണ് ഈ പറയുന്നത്. അതായത് ഒരു വലിയ സിര നോക്കിയാൽ നിങ്ങളിവിടെ കാണുന്നത് ഇതാണ്. എന്നിട്ട് അതിൽ നിന്ന് വിട്ട് പോകുന്ന ചെറിയ സിരകളില്ലേ, അതിൽ നിന്ന് വിട്ട് പോകുന്ന ചെറിയ സിരകൾ വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നതാണ് ജാലിക സിരാവിന്യാസം, റെക്ടിക്കുലാർ വെന്റിനേഷൻ കേട്ടോ, ജാലിക സിരാവിന്യാസം. ഇനി ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ, ഇതുപോലെ രണ്ടാമത്തെ ചിത്രത്തിൽ പോലെ കൂട്ടിമുട്ടാതെ എന്ത് ചെയ്യാണ്, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആ വരകൾ ഇങ്ങനെ സിരകൾ പോവാണ്. അങ്ങനെയുള്ള സിരകളെ വിളിക്കുന്നതാണ് എന്ത്? സമാന്തര സിരാവിന്യാസം. അതായത് ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് സമാന്തരമായിട്ട് പോകും. പേരിലുണ്ടത്. ഇത് സമാന്തരമായിട്ട് പോകുന്ന ലൈനുകൾ കൂട്ടിമുട്ടും. എപ്പോഴെങ്കിലും നമ്മൾ മാത്സിൽ പഠിക്കാറുണ്ട്, സമാന്തര ലൈനുകൾ ഇങ്ങനെ സമാന്തരമായിട്ട് പോകാൻ. അപ്പോൾ 2 സിരാവിന്യാസം നമ്മൾ പഠിച്ചു, ജാലിക സിരാവിന്യാസം, സമാന്തര സിരാവിന്യാസം. ഓർത്ത് നോക്കണേ. ഇത് നിങ്ങൾക്ക് പ്ലാവിലാണെങ്കിൽ ഇതുപോലെ എന്ത് കാണാൻ പറ്റും? ജാലിക സിരാവിന്യാസം കാണാൻ പറ്റും. ഇനി ഒരു മുളയുടെ ഒരു ലീഫ് എടുത്താണെങ്കിൽ അതിലെന്താ ഉണ്ടാവുക? ഇതേപോലെ പാരലായിട്ട് വരും. ഓക്കെ, ആ 2 കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. ഇതിൻ്റെ ഈ പ്രത്യേകത തന്നെ ഇവ രണ്ടിൻ്റെയും വേരുകൾക്കും ഉണ്ട് കേട്ടോ.
നിങ്ങൾ നോക്കി 2 ടൈപ്പ് വേരുകളാണ് നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ കാണുന്നത്. ഒന്ന്, ഇതിൻ്റെ പ്ലാവിൻ്റെ വേരിൻ്റെ പ്രത്യേകത എന്താ? ഒരു വലിയ വേര് താഴോട്ട് പോകും, പിന്നെ അതിൽ നിന്ന് ചെറിയ കുഞ്ഞു 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 വേരുകൾ. ഈ പുൽച്ചെടീൻ്റെ വേരുകൾ നോക്കിയേ, ഇങ്ങനെ മുടിവായിട്ട് വര പോലെ എന്ത് ചെയ്യാണ് താഴോട്ട് വരുവാണ്. അതായത് പ്ലാവിലെ വേര് പടലത്തിൽ കാണ്ഡത്തിൽ നിന്ന് താഴോട്ടേക്ക് വളർന്നിരിക്കുന്ന ഒരു വലിയ വേര് നിങ്ങൾക്ക് കാണാം. ഈ വേരിനെ വിളിക്കുന്ന പേരാണ് താഴ്വേര് അല്ലെങ്കിൽ ടാപ്പ് റൂട്ട്. നോക്കിക്കോളെ, ഇതാണ് ആ താഴ്വേര് എന്ന് പറയുന്നത്. ഈ വേരിൽ നിന്നാണ് മറ്റ് ചെറിയ ചെറിയ വേരുകൾ എന്ത് ചെയ്യുന്നത് വളർന്ന് പോകുന്നത്. അപ്പോൾ കാണ്ഡത്തിൽ നിന്ന് ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഈ താഴ്വേരും പിന്നെ അതിൽ നിന്ന് വളർന്നു വരുന്ന ശാഖ ചെറിയ ചെറിയ വേരുകളില്ലേ, അതും കാണപ്പെടുന്ന വേര് പടലത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? താഴ്വേര് പടലം അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം. അത് ഏതിലാണ് കാണുന്നത്? മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ ഈ താഴ്വേര് പടലാണ് കാണപ്പെടുക. ഇനി ഇതല്ലാത്തതുണ്ട്, നാര് പോലെ, ഞാൻ പറഞ്ഞില്ല മുടി പോലെ താഴോട്ടേക്ക് പോകുന്നത്. അതായത് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ എന്ത് ചെയ്യും ചേർന്ന് വേര് പടലമാണ് നാര് വേര് പടലം. അത് പേരിലുണ്ട് നാരായിട്ട്, അല്ലെ നാരായിട്ടാണ് ചെയ്യുന്നത് താഴോട്ട് പോകുന്നത്. ഇതൊരു വേര്, വലിയൊരു വേരാണ്, അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു വേരാണ് പോകുന്നത്. അതാണ് വേര് പടലം. അപ്പോൾ ഈ 2 സിസ്റ്റം ഓർത്ത് വെക്കണം. മാവിലും പ്ലാവിലും കാണപ്പെടുന്നത് താഴ്വേര് പടല എന്നുള്ളത് ഓർത്ത് വെച്ചോളെ. ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ മിക്കവാറും ചോദിക്കണം. ഇനി ഇതൊന്നല്ലാത്ത ചില ടൈപ്പ് വേരുകളുണ്ട്. എങ്ങനെയാണെന്നറിയാം? സാധാരണ ബീജം മൂലം വളർന്നിട്ടാണ് വേരായിട്ട് മാറുന്നത്. പക്ഷെ ചിലത് തണ്ടിൽ നിന്നും ശിഖരത്തിൽ നിന്നൊക്കെ ചില വേരുകൾ വരും. ഇത് നിങ്ങൾ നോക്കി, ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കട്ടോ. ഇത് നോക്കി, തണ്ടിൽ നിന്നും ശിഖരത്തിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് താഴോട്ടേക്ക് വേര് പോകുന്നത്. ഇങ്ങനെ പോകുന്ന ചില വേരുകളുണ്ട്. അത് നമുക്ക് പഠിക്കാനുണ്ട്, ഇനി വരുന്ന ക്ലാസ്സുകളിൽ വരുന്നുണ്ട് അതിനെപ്പറ്റി. അങ്ങനെയുള്ള ചില വേരുകളാണിത്. താങ്ങ് വേര് അല്ലെങ്കിൽ പൊയ്ക്കാൽ വേര് അല്ലെങ്കിൽ പറ്റുവേര്, ഇവയൊക്കെ പറയും. ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നത് കണ്ടൽ ചെടിയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം വേരുണ്ട്. ആ വേരുകൾ വിളിക്കുന്ന പേരാണിത് ശ്വസന വേര് അല്ലെങ്കിൽ ന്യൂമാറ്റോഫോർ. അത് എന്തിനായിരിക്കും? ശ്വസിക്കാൻ, അതായത് വാതക വിനിമയത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതിൽ? കണ്ടൽ ചെടിയിൽ. ഓർത്തുവെച്ചോളെ. ഇതാണ് അതിൻ്റെ ചിത്രം. ആ ചിത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ കിട്ടും. കണ്ടൽ ചെടിയിൽ ഇങ്ങനെ മണ്ണിൻ്റെ മുകളിൽ ചെറുങ്ങനെ വന്ന് നിൽക്കുന്ന കണ്ടോ, ഓരോന്നോരോന്നായിട്ട്. ആ വേരുകളാണ് ഏത്? ശ്വസന വേരുകൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ശ്വസന വേരുകൾ കാണപ്പെടുന്ന ഏതിലാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. കണ്ടൽ ചെടിയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകത വേരുകളാണ് ഏത്? ശ്വസന വേരുകൾ. വാതക വിനിമയത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഏകബീജപത്രവും ദ്വിബീജപത്രവും. നോക്കിക്കോ, ഫസ്റ്റിലത്തെ ചിത്രം നോക്കിക്കോ. തേങ്ങ ഒരു ഏകബീജപത്രമാണ്, ഒറ്റ ഇതേ കാണും. അടുത്ത എക്സാമ്പിൾ നിങ്ങൾക്ക് ചക്ക, എത്ര കുരുകളുണ്ട് ഇതിൽ നോക്കാം. ഇത് എന്താണ്? ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് ഏകബീജപത്രത്തിൻ്റെ ഇലകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇങ്ങനെയുള്ള ഇലകൾ കാണാം. ഇനി അടുത്തത് ദ്വിബീജപത്രത്തിൻ്റെ ഇലകൾ എടുത്തു നോക്കിയാലോ, ആ ഇലയും കാണാം. അത് തമ്മിലുള്ള ബന്ധമാണ് അടുത്ത പറയാൻ പോകുന്നത്. അതായത് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് ഏത്? ഏകബീജപത്രങ്ങൾ. 2 ബീജപത്രങ്ങളുള്ള സസ്യങ്ങളെ ദ്വിബീജപത്രങ്ങൾ എന്ന് വിളിക്കും. ഇനി 4 വേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ടും സമാന്തര ശിരാവിന്യാസമുള്ള ഇലകളും ഇവ ഏകബീജപത്രത്തിൻ്റെ സവിശേഷതകളാണ്. അത് നമ്മൾ ഓൾറെഡി അറിയാം നിങ്ങൾക്ക്. അത് ഒറ്റ എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഏത്? തെങ്ങ് ഓർത്ത് വെക്കാം. തെങ്ങിൻ്റെ വേരുകൾ എങ്ങനെയാണ് ഉണ്ടാവുക? മുടി പോലെയല്ല താഴോട്ട് പോകുന്നത്, 4 വേരായിട്ട്. അതേപോലെ ശിഖിരങ്ങളുണ്ടോ തെങ്ങിന് ശിഖിരങ്ങളില്ല, ഒറ്റ നീണ്ടു പോവാണ്. ഇനി അതിൻ്റെ ഇല നോക്കി നിങ്ങൾ, സമാന്തര ഇല്ലേ? തെങ്ങിൻ്റെ ഇല നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ഇലയിൽ തന്നെ ഇങ്ങനെ സമാന്തരമായിട്ടല്ലേ പോകുന്നത്? സമാന്തര ശിരാവിന്യാസമുള്ള ഇലകളായിരിക്കും. ഇവയൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ്? ഏകബീജപത്രത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ഏകബീജപത്രത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് പഠിക്കണ്ട. ഈ തേങ്ങ ഒരു ഏകബീജപത്രം എന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ സവിശേഷത മൈൻഡിലേക്ക് ഓടി വരണം. അതിൻ്റെ ഇലയും അതിൻ്റെ വേരും ഒക്കെ ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി. ഇനി താഴ്വേര് പടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലികാ ശിരാവിന്യാസം, ഇവയാണ് ദ്വിബീജപത്രത്തിൻ്റെ പ്രത്യേകത. ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതാ? നമ്മളെ ചക്ക, പ്ലാവ്. ഓക്കെ, ചക്ക അല്ലെങ്കിൽ പ്ലാവ് ഓർത്ത് വെക്കാം നിങ്ങൾ. അത് ഓർത്ത് വെക്കുമ്പോൾ എന്ത് കിട്ടും? ദ്വിബീജപത്രത്തിൻ്റെ കേസ് കിട്ടും. ഓക്കെ, അതിൽ താഴ്വേര് പടലമുണ്ടത്, അതേപോലെ ശിഖരങ്ങളുണ്ട് അല്ലേ? നിങ്ങൾ മാവിലൊക്കെ കാരുന്നില്ലേ? മാവില്ല, പ്ലാവിൽ കാരുമ്പോൾ തേങ്ങയൊക്കെ ചക്കയൊക്കെ ഇടാൻ വേണ്ടി കാരുമ്പോൾ നിങ്ങൾക്കറിയാം ശിഖരങ്ങളിൽ ചവിട്ടിയിട്ട് കാരാറുണ്ട്. ഇനി അതിൻ്റെ ഇലകൾ എങ്ങനെയാണ്? ജാലികാ ശിരാവിന്യാസമുള്ളതാണ്. ഇവിടെ കാണാം, ചിത്രം ഇവിടെ ഉണ്ട് നോക്ക്. ജാലികാ ശിരാവിന്യാസമല്ലേ ഇത്? ഓരോന്ന് ഒരു വലിയ എന്താണ്, ഒരു സിരയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു സിരകൾ എന്ത് ചെയ്യാണ്? വിട്ട് പോവാണ്. ഇനി ഇത്രയാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ. ഫുൾ ഫാക്ട്സുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഇതിൽ ഏറ്റവും ആദ്യം പറഞ്ഞാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നോ പഠിച്ചു വെച്ചോ. കാരണം SCRT നിന്ന് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, PSCക്ക് അല്ലെങ്കിൽ സെറ്റിന് നെറ്റിന് കേട്ടറ്റിനൊക്കെ എന്ത് ചെയ്യാം, എടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. സോ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ പറയും. കാരണം ഇത് നല്ലോണം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്.
ഈ ഒരു ചാപ്റ്റർ. കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഭാഗത്തിൽ വരുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിലുണ്ട്, ഉപഗ്രഹങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ആദ്യമുള്ള ഫാക്ട്സുകളൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫാക്ട്സുകളേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞിട്ട് പോകാം. സിമ്പിളായിട്ടുള്ളൊരു ഫാക്ട് പറയാം, കാരണം ഇതൊക്കെ ചില ടൈമിൽ കേട്ടിട്ട് പോലുള്ള എക്സാമ്പിൾക്ക് ഇത് ചോദിക്കാറുണ്ട്. താഴെ തന്നിട്ടുള്ളതിൽ എന്താണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞരിൽ പെടാത്തതാര്, അല്ലെ മാത്തമെറ്റീഷ്യൻസ് ആര് എന്നൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കിട്ടാതെ പോകരുതെന്നുള്ള അർത്ഥത്തിൽ ആണ് ഇത് കൊടുത്തത്. PSC ഇത് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. അതായത് ഈ ഗലീലിയോ, കോപ്പർനിക്കസ്, ന്യൂട്ടൺ ഇവരൊക്കെ ജ്യോതിശാസ്ത്രത്തിൽ നിന്നുള്ള ഗണിതത്തിൽ പെടും കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോ. ഇന്ത്യയിൽ നിന്നുള്ള ജ്യോതിശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ആര്യഭടൻ, ഭാസ്കരാചാര്യൻ ജ്യോതിശാസ്ത്രം മാത്രമല്ല മാത്സും എന്തുണ്ട്, അദ്ദേഹമുണ്ട്, മാത്തമെറ്റീഷ്യൻ കൂടിയാണ്. ആ ഒരു ജസ്റ്റ് ഒരു ഫാക്ട് വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആര്യഭടൻ, ഭാസ്കരാചാര്യൻ ഇന്ത്യയിൽ നിന്നുള്ള ജ്യോതിശാസ്ത്രജ്ഞരാണെന്നുള്ള ഒന്ന് മൈൻഡിൽ വെച്ചോളാം. കാരണം SCERT ടെക്സ്റ്റിൽ നിന്ന് ചിലപ്പോൾ ചില ടൈമിൽ എന്ത് ചെയ്യാറുണ്ട്, ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ആദ്യം ബഹിരാകാശം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഫാക്ട് വെറുതെ പറയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണെന്ത്? ബഹിരാകാശം. ഓക്കെ, വായുരഹിതമായ സ്ഥലം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ചാൻസ് കുറവാണ് ചോദിക്കാനുള്ളത്. ഇനി ഈ തന്നിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഇവിടെ 2-3 ചിത്രങ്ങളൊക്കെ കാണാം. ഇത് തന്നിരിക്കുന്നതിൽ നമുക്ക് ആകെ പഠിക്കേണ്ട കാര്യങ്ങൾ 2 പേരുകളോട് പഠിക്കണം. ഒന്ന് ആൽഫ സെഞ്ചുറിയും പിന്നെ പ്രോക്സിമ സെഞ്ചുറി. ഈ 2 പേരുകൾ നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചോണ്ട് ഇത് ചോദിക്കാറുണ്ട്. ആൽഫ സെഞ്ചുറി എന്ന് വെച്ചാൽ ക്ലോസസ്റ്റ് നെയ്ബറിങ് സ്റ്റാർ സിസ്റ്റം. അതായത് നമ്മുടെ സൂര്യൻ്റെ, നിങ്ങൾക്കറിയാം സൂര്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തൊട്ടരുന്ന് വരുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടം ആണ് ആൽഫ സെഞ്ചുറി. ഓർത്ത് വെച്ചോളെ, സോളാർ സിസ്റ്റത്തിന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ സിസ്റ്റമാണ് ആൽഫ സെഞ്ചുറി. ഇനി ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നത് സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറി കേട്ടോ, മറന്നുപോയതേ. സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറി. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം എന്ന് ചോദിച്ചിട്ട് പ്രോക്സിമ സെഞ്ചുറി അവർ ചിലപ്പോൾ ഓപ്ഷനിൽ തന്നിടുവേ. പക്ഷേ നിങ്ങൾ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാ? സൂര്യനാണ്. അത് മറന്നുപോയത്, അത് കൺഫ്യൂഷൻ ആവരുത്. സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ പ്രോക്സിമ സെഞ്ചുറി. അത് അടുത്തത്, അപ്രോക്സിമേറ്റ് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടും അല്ലേ. നമുക്ക് അടുത്തൊരു വാല്യൂ കാണാൻ അപ്രോക്സിമേറ്റ് എന്ന് പറയാറില്ലേ. അപ്പോൾ പ്രോക്സിമ സെഞ്ചുറി എന്നുള്ളത് ആ ഒരു വേർഡിൽ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചത്. ഈ ആൽഫ സെഞ്ചുറി എന്നുള്ള നക്ഷത്രങ്ങളുടെ കൂട്ടമുണ്ട്, അതിലെ ഒരു നക്ഷത്രമാണ് എന്ത്, ഈ പ്രോക്സിമ സെഞ്ചുറി എന്നുള്ള നക്ഷത്രം. ഒക്കെ ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ള താഴെ തന്നിരിക്കുന്ന 15 ലക്ഷം ഭൂമി ഉൾക്കൊള്ളുന്ന വലുപ്പം, ഇതൊന്നും വേണ്ട, ഇതൊന്നും ചോദിക്കാറില്ല നോർമലി, അതൊന്നും വേണ്ട. ഒക്കെ വേറെ എന്താണ് നിങ്ങൾ പഠിച്ച് വെച്ചിട്ട് ചോദിക്കാത്ത ഫാക്ട്സുകളാണ്. ഇനി ഈ നക്ഷത്രങ്ങളുടെ ചില കൂട്ടങ്ങളുള്ള നക്ഷത്രത്തിൽ പറയുന്ന പേരാണിത് നക്ഷത്രഗണം. ഒരു കൂട്ടം നക്ഷത്രത്തെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് നക്ഷത്രഗണം. അപ്പം വേട്ടക്കാരൻ്റെ ഒരു ചിത്രം വരുന്ന ഒരു നക്ഷത്രഗണമുണ്ട്. നോക്ക്, എന്താ ഈ നക്ഷത്രങ്ങൾ കുറേ നക്ഷത്രങ്ങൾ ചേർന്ന ഒരു വേട്ടക്കാരൻ ഒരു അമ്പ് ചെയ്യുന്നത് പോലെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല ഇവിടെ. ആ നക്ഷത്രഗണത്തിനെ വിളിക്കുന്ന പേരാണ് ഓറിയോൺ. ഓർത്ത് വെച്ചോളെ, ഓറിയോൺ എന്നുള്ളത് വേട്ടക്കാരനായിട്ടുള്ള ഒരു നക്ഷത്രഗണമാണ്, വേട്ടക്കാരൻ്റെ ചിത്രം വരുന്ന ഒരു നക്ഷത്രഗണം. ഇനി 7 നക്ഷത്രങ്ങൾ കൂടിയിട്ട് വരുന്ന ഒരു നക്ഷത്രഗണമുണ്ട്. അതായത് ഈ 7 ഇതിനെ ഇന്ത്യയിൽ എന്ന് വിളിക്കുന്നതാണ് സപ്തർഷികൾ കേട്ടോ, ഓർത്ത് വെച്ചോ, സപ്തർഷികൾ. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്, ദൂരദർശിനിയുടെ ഒന്നും സഹായം ഇല്ലാതെ എന്ത് കാണാൻ പറ്റും, ഏപ്രിലിൽ നമുക്ക് വടക്കൻ ചക്രവാളത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ 7 നക്ഷത്രങ്ങൾ ഒന്നിച്ചിട്ട് കാണാൻ പറ്റും. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിനെ വിളിക്കുന്നത് സപ്തർഷികൾ എന്നല്ലേ. ഇന്ത്യയിൽ നമ്മൾ സപ്തർഷികൾ എന്ന് വിളിക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ അവർ വിളിക്കുന്നത്, ഇത് നോക്ക് നിങ്ങൾ, ഈ ഒരു ചിത്രം കാണുമ്പോൾ ഒരു വലിയൊരു തവി പോലെ ഇല്ല, ഒരു വലിയ തവി പോലെ. അതുകൊണ്ട് തന്നെ ഒരു ബിഗ് ഡിപ്പർ എന്നുള്ള ഒരു പേര് ആണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിനെ വിളിക്കുന്നത്. ഇത് അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് നല്ല ഫാക്റ്റാണ്, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പറ്റിയ. എങ്ങനെ ചോദിക്കും, ഈ സപ്തർഷികൾ ഏത് നക്ഷത്രഗണത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിക്കാം. അപ്പോൾ അതിൽ അർസ മേജർ എന്ന് തന്നിട്ടുണ്ട്, അതാണ് ആൻസർ. സോ ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ നിന്നും കുറച്ച് കുഞ്ഞു ഫാക്ട്, ഒരു 3-4 ഫാക്ട്സുകളെ മാത്രമേ മാക്സിമം വന്നിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് വരുന്നതിൽ കുറേ വരുന്നുണ്ട്. ഇത് അടുത്തത്, അതായത് ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ. എപ്പോഴും കേട്ടറ്റ് പോലുള്ള എക്സാമുകൾക്ക് സ്ഥിരമായിട്ട്, ടീച്ചിങ് എക്സാമുകൾക്ക് സ്ഥിരം ചോദിക്കാറുണ്ട് ഈ ഒരു സംഭവം. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഏതൊക്കെ? K-സ്റ്റാറും സ്റ്റെല്ലേറിയും. ഒന്നുമില്ല, സ്റ്റാർ എന്ന് 2 പേര് വരുന്നുണ്ട്.
അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആകാശ നിരീക്ഷണത്തിനാണ്. കെ സ്റ്റാർ, സ്റ്റെല്ലേറിയം, പ്ലാനറ്റേറിയം എന്നൊക്കെ നമ്മൾ ഒരേപോലെ വിളിക്കാറില്ലേ? ആ രണ്ട് പേര് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കും. ഇനി അടുത്തതിൽ ചന്ദ്രനെ പറ്റിയാണ് പറയുന്നത്. ചന്ദ്രനെ പറ്റിയുള്ള എല്ലാ ഫാക്ട്സുകളും ഇമ്പോർട്ടൻ്റ് ആണ്. പറയുന്ന ഫാക്ട്സുകളൊക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സുകളാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം, ഒറ്റ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചെറിയ കുഞ്ഞു എക്സാമ്പിൾക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രൻ, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രൻ. ചന്ദ്രന് നക്ഷത്രങ്ങളേക്കാൾ വലുപ്പമുണ്ടോ? ഇല്ല കേട്ടോ. അത് എങ്ങാണ്ട് അവർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചന്ദ്രൻ നക്ഷത്രങ്ങൾക്കാൾ വലുപ്പമുണ്ട് എന്ന് തന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എന്താണ്, വലുപ്പമില്ല എന്നാണ് അർത്ഥം. ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയുമോ? ഇല്ല, അതും ഇല്ല എന്നാണ് ആൻസർ. കാരണം ചന്ദ്രൻ്റെ പ്രകാശം, നമ്മൾ കാണുന്ന പ്രകാശം അതിൻ്റെ റിഫ്ലക്ഷനാണ്. സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോയിട്ടുള്ള ആ ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വരുന്നതാണ് ഏത്, നമുക്ക് കാണാൻ പറ്റുന്ന ചന്ദ്രൻ. അപ്പോൾ ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഗ്രഹങ്ങളെ ചുറ്റുന്ന വിളിക്കുന്ന പേരെന്താണ്? ഉപഗ്രഹങ്ങൾ കേട്ടോ. ഉപഗ്രഹങ്ങൾ ഓർത്ത് വെച്ചോളെ. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ. ഇതിൽ തന്നെ കൃത്രിമ ഉപഗ്രഹങ്ങൾ വരും. അത് മനുഷ്യ നിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഉപഗ്രഹം ഭൂമിയുടെ ഏതാ? ചന്ദ്രൻ. അപ്പോൾ ഭൂമിക്ക് ചന്ദ്രന് മാത്രമേ നാച്ചുറലായിട്ട് ഉള്ള ഒരു ഉപഗ്രഹമുള്ളൂ. മറ്റു ഗ്രഹങ്ങൾക്ക് പല ഉപഗ്രഹങ്ങളുണ്ട്, അത് വേറെ കാര്യം. ഇനി സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതാണ് എൻ്റെ കേസ്. ഇനി അടുത്തത്, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാ? പ്രോക്സിമ സെഞ്ചുറി. മറന്നുവല്ല, അപ്രോക്സിമേറ്റ് എന്നോർത്ത് വെച്ചാൽ മതി. ഇനി സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളുടെ ഡെഫിനിഷനാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. അത് അങ്ങനെ തന്നെ പഠിച്ചേക്കണം. കുഞ്ഞു എക്സാമുകൾക്ക് ചിലപ്പോൾ ചോദിക്കും, സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോന്നായിട്ട് തരും. അപ്പോൾ നക്ഷത്രങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇവിടെ സോളാർ സിസ്റ്റം തന്നിരിക്കുന്നതാണ് സൂര്യൻ, ഭൂമി, സൂര്യൻ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ആ ഓർഡർ പഠിക്കണം. ഓർഡർ പഠിക്കാൻ മുമ്പ് ഞാനൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ? ബുദ്ധിശൂന്യമായ. അപ്പോൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ചൊവ്വ, വ്യാഴം, ശനി. ഉറങ്ങാനേ പറ്റൂ. ഉറങ്ങാൻ എന്നുള്ളതിൽ യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പോൾ ബുദ്ധിശൂന്യമായ ഭൂമിയിൽ ചൊവ്വാഴ്ച ഉറങ്ങാനേ പറ്റൂ എന്നുള്ള ആ ഒരു കോഡ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ എന്ത് കിട്ടും? സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഇവയുടെ ഓർഡർ നിങ്ങൾക്ക് ഓർത്തുവെക്കാൻ പറ്റും. ഇനി ആകാശഗോളങ്ങളുടെ സഞ്ചാരപാത. ഇവിടെ നിങ്ങൾക്ക് നോക്ക്, ഓരോന്നിനും ഓരോ സഞ്ചാരപാതയില്ല. ആ വിളിക്കുന്ന പേരാണിത് ഓർബിറ്റ്, പരിക്രമണ പഥം, ഓർബിറ്റ് എന്നുള്ളത്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അങ്ങനെ കുറേ വസ്തുക്കളൊക്കെ ചേർന്നാണ് ഇത് സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം. ജസ്റ്റ് പഠിച്ചു നോക്കാം. ഓക്കെ. ഇനി സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8 എണ്ണം കേട്ടോ. 8 ഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ സൗരയൂഥത്തിൽ. 9 എണ്ണം ഉണ്ടായിരുന്നു, പ്ലൂട്ടോ പോയി. ഇപ്പോൾ 8 എണ്ണമാണ് ഉള്ളത്. ഇനി കൃത്രിമ ഉപഗ്രഹങ്ങളായിരിക്കും പറയാൻ പോകുന്നത്. നമുക്ക് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഞാൻ പറഞ്ഞു, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമാണ്. അല്ലാതെ ഉപഗ്രഹം മാത്രമാണ് ചോദിച്ചെങ്കിൽ ചന്ദ്രനാണ് ഭൂമിയുടെ ഉപഗ്രഹം. ഇനി ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് പല ഉപകാരങ്ങളുണ്ട്. ഇവ GPS, പിന്നെ നമുക്ക് ആർമിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വിടുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത ഇനി വരുന്ന ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്, നിങ്ങൾ പഠിച്ചു നോക്കണം. ഇത് ഞാൻ ഓരോന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇൻസാറ്റ്, കൃത്രിമ ഉപഗ്രഹം ഇൻസാറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വാർത്താവിനിമയം. അത് നിങ്ങൾക്ക് ഇവിടെ ഇൻസാറ്റിൽ ന്യൂസ് എന്ന് കാണാം. ന്യൂസ് എന്നല്ലേ വാർത്ത, അതവിടെ കിട്ടും. ഓരോന്ന് കണക്ട് ചെയ്തിട്ട് പഠിച്ചോളാം. എഡ്യൂസാറ്റ്, അത് പേരിലുണ്ട്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. അടുത്തത് IRNSS. ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു നോക്കണം. ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ ഇതിൻ്റെ ഉപയോഗം കിട്ടും. ഇന്ത്യൻ റീജിയൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം കേട്ടോ. അതാണ് അത് വരുന്നുണ്ട്, നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ വരുന്നുണ്ട്. ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. അതായത് ഗതി നിർണ്ണയിക്കാൻ സാറ്റലൈറ്റ് സിസ്റ്റം, നാവിഗേഷൻ ഗതി നിർണ്ണയിക്കാൻ. അടുത്തത് കാർട്ടോസാറ്റ്, ഭൗമ നിരീക്ഷണത്തിനാണ് കാർട്ടോസാറ്റ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെപ്പോഴും ഒരു കാറ് കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് നിരീക്ഷിക്കും അല്ലേ? അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം. ആസ്ട്രോസാറ്റ്, അത് പേരിലുണ്ട്, ആസ്ട്രോളജി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ജ്യോതിശാസ്ത്ര പഠനം. പിന്നെയുള്ളത് ജിസാറ്റും എമിസാറ്റും, അത് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. ജിസാറ്റും അതേപോലെ എമിസാറ്റും.
അത് മിസൈൽ എന്നുള്ളത് ഇവിടെ കിട്ടിയാൽ പ്രതിരോധം എന്നുള്ള എമിസാറ്റ് നിങ്ങൾക്ക് അവിടെ ഓർത്ത് വെക്കാം. എമിസാറ്റ്. ഓക്കെ, ജി സാറ്റും കൂടി ഓർത്ത് വെച്ചോട്ടോ. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് ചോദിക്കാറുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കുന്നത് കാണാം PSC. IRNSS ഇതാ ഞാൻ പറഞ്ഞിരിക്കുന്ന IRNSS ഇവിടെ വന്നത്. അതായത് ഞാൻ വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണ്ണയ ഉപഗ്രഹം. GPS ബദലായിട്ട് നമ്മുടെ റീജിയണലായിട്ട് വികസിപ്പിച്ച ഒരു സാറ്റലൈറ്റാണ് ഇത് ഈ IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഫുൾ ഫോം ചോദിക്കാം. GPS സമാനമായ ഇന്ത്യൻ സംവിധാനം. ഇത് എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. GPS സമാനമായിട്ടുള്ള ഇന്ത്യൻ സംവിധാനം, അതാണ് IRNSS. ഓർത്ത് വെച്ചോ, എപ്പോഴും ചോദിക്കുന്നുണ്ട്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ജസ്റ്റ് ISRO, വെറുതെ ഒരു ഫാക്ട് അവിടെ വെറുതെ ഒരു കാര്യം പറയുകയാണ്. ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഓർത്ത് വെച്ചോ, എവിടെ ആസ്ഥാനം? ബാംഗ്ലൂർ കേട്ടോ, ആസ്ഥാനം ബാംഗ്ലൂർ. എപ്പോഴാണ് നിലവിൽ വന്ന? 1969. അത് നമുക്ക് വരുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഇയർ വരുന്നുണ്ട്, ഞാൻ ആ സമയത്ത് പറയാം. ഇനി ഇതിൽ ഓരോന്നും നല്ല ഇമ്പോർട്ടൻ്റ് ഫാക്ടറുകളാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എപ്പോഴാണ് സ്ഥാപിതമായത്? തുമ്പ എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. 1963 നവംബർ 21 എന്ത് ചെയ്തു? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായി. ഇനി അടുത്തത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. അത് ആന്ധ്രാപ്രദേശിലുള്ള ശ്രീഹരിക്കോട്ടയിലാണ്, 1971. ഓക്കെ, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ 1971, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട. ഇനി ഒരു വ്യക്തിയെ നിങ്ങൾ പഠിക്കണം, വിക്രം സാരാഭായ്. ഇവരൊക്കെ വെരി ഫേമസ് പേഴ്സണാലിറ്റീസാണ്. നമുക്ക് ഇത് കൂടുതലായിട്ട് കുറേ പഠിക്കാനുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, അതായത് VSSC എന്ന് കൊടുത്തത്, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേര് കൊടുത്തത് ഇദ്ദേഹത്തിനുള്ള ബഹുമാനം കൊണ്ടാണ്. ഇനി അതേപോലെ ചന്ദ്രയാൻ, നമ്മൾ ചന്ദ്രനിലേക്ക് ഒരു എന്ത് ചെയ്തിട്ടുണ്ട്? വിക്ഷേപണം നടത്തിയിട്ടുണ്ട്. ആ ചന്ദ്രയാൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഓർത്ത് വെച്ചോളെ, ലാൻഡർ വിക്രമാണ് ലാൻഡറിൻ്റെ പേര്. അതും ഇദ്ദേഹത്തുള്ള ബഹുമാനാർത്ഥം കൊടുത്തതാണ്. ഇനി അടുത്ത വ്യക്തി സതീഷ് ധവാൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ശ്രീഹരിക്കോട്ടയിലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്നുള്ളത്. അത് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായിട്ടാണ് എന്ത് കൊടുക്കുന്നത്? അവിടെ കൊടുത്തത്. എവിടെയാണ് ശ്രീഹരിക്കോട്ട വരുന്നത്? ആന്ധ്രാപ്രദേശ്. തൊട്ട് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഏത് ഇയറിലാണ്? ഇയർന്ന് മറന്നു വരെ 1971 സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. തുമ്പ 1963. ഇനി അടുത്തത് ചാന്ദ്രയാത്രകൾ. ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളെ പറ്റിയാണ് ഈ അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ. ഇത് ബഹിരാകാശമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ബഹിരാകാശം വേറെ തന്നെ, ഇത് ചന്ദ്രനിലേക്ക് നടത്തിയത്. അതായത് ചന്ദ്രനിലേക്ക് നടത്തിയത് ഈ ഒറ്റ കാര്യം ഇതിൽ പറയുന്നുള്ളൂ. ഏറ്റവും ഫസ്റ്റ് മനുഷ്യൻ ചന്ദ്രനിൽ പോയത് 1969 ജൂലൈ 21. ഓർത്തു വെച്ചോ, ചന്ദ്രനിൽ മനുഷ്യൻ എത്തിയത് ആരാ? അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള നാസ. അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ ഗവേഷണം പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, പിന്നെ മൈക്കൽ കോളിൻസ്, ഇവർ 3 പേരും. അതിൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനാണ് എന്ത് ചെയ്തത്? സഞ്ചാരികളായത്. മൈക്കൽ കോളിൻസ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിക്കുകയാണ് ചെയ്തത്. ഇവരെ എല്ലാവരെയും ചോദിക്കാറുണ്ട്. മൈക്കൽ കോളിൻസ് വരെ ചോദിച്ചിട്ടുണ്ട്, 2-3 പ്രാവശ്യം റിപ്പീറ്റഡായി ചോദിച്ചിട്ടുണ്ട്. കാരണം മൈക്കൽ കോളിൻസ് 2021 എന്ത് ചെയ്യുന്നത്? അന്തരിക്കുന്നത്. ആ സമയത്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 പേരെ നിങ്ങൾ ഓർത്തോക്കണം. നാസ ഓർത്തോക്കണം, അപ്പോളോ 11 ഓർത്തോക്കണം, ഇയർ ഓർത്തോക്കണം, 1969 ജൂലൈ 21 ഓർത്തോക്കണം. ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയ കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി ബഹിരാകാശത്തേക്ക് ഇതിൻ്റെയൊക്കെ മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 1957 കാലഘട്ടത്തിൽ തന്നെ ആര് പോയിട്ടുണ്ട്? സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പുട്നിക് 1 എന്നൊരു കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുണ്ട് ബഹിരാകാശത്തേക്ക്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ടാണ് ആചരിക്കുന്നത്. ഇത് ഓർത്ത് വെച്ചോ, ഒക്ടോബർ 4 to 10 ബഹിരാകാശ വീക്ക്, വാരം. അതായത് സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1960 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി കേട്ടോ. അതിപ്പോൾ നിലവിൽ വന്ന് 1967 ഒക്ടോബർ 10. ഇത് രണ്ടിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഇത് ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. മറന്നു വരണ്ടേ. ഇനി ഇന്ത്യയുടെ ചില ചാന്ദ്ര ദൗത്യങ്ങളാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് ഒരു പേടകം അയക്കുന്നത് ചന്ദ്രയാൻ 1 ആണ്. അത് എപ്പോഴാണ്? 2008 ഒക്ടോബർ 22. ഡേറ്റും വിത്ത് ഇയർ പഠിക്കണേ, എല്ലാത്തിനും പഠിക്കണം. ആദ്യ ചാന്ദ്ര പര്യവേഷണം. രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണമാണ് 2019 ജൂലൈ 22.
ഇവിടെ ഒക്ടോബർ 22 ഇവിടെ ജൂലൈ 22. ഇനി ചന്ദ്രയാൻ 3 എപ്പോഴാണ്? 3 പ്രത്യേകത ഉണ്ട്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യ പേടകമാണ് ഇത് ചന്ദ്രയാൻ 3. മറന്നു വരുന്നത് ദക്ഷിണ എന്നുള്ളത് മറന്നു വരുന്നു. ഇത് 2023 ജൂലൈ 17 വിക്ഷേപിക്കുന്നതാണ്. 2023 ഓഗസ്റ്റ് 23 എന്ത് ചെയ്യും? ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ലാൻഡർ ഇറങ്ങും. അവിടെ ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങും ലാൻഡർ. ആ ലാൻഡറിൻ്റെ പേരെന്തായിരുന്നു? നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ ആ ലാൻഡർ? വിക്രം സാരാഭായിയുള്ള ബഹുമാനാർത്ഥം കൊടുത്തിരുന്നു പറഞ്ഞില്ലേ, അതാണ് വിക്രം. ഇനി ഇന്ത്യയിലെ ചില വേറെ പദ്ധതികൾ. മംഗൾയാൻ ഏതുമായിട്ട് എന്താ? മംഗൾ. നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ മംഗൾ എന്ന് വെച്ചാൽ എന്താ? ചൊവ്വയാണ് ഇന്ത്യയിൽ മംഗൾ എന്ന് പറഞ്ഞാൽ ചൊവ്വ പര്യവേഷണം. ആദിത്യ L1 സൂര്യൻ സൗരപര്യവേഷണമാണ്. ഗഗൻയാൻ ബഹിരാകാശം, അത് ഗഗൻയാൻ ബഹിരാകാശം എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കുട്ടികൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ക്വസ്റ്റ്യൻസ് തന്നെ ഒത്തിരി PSC റിപ്പീറ്റഡ് ആയി ചോദിച്ച കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന് മംഗൾയാൻ 1 വിക്ഷേപിച്ചത് 2013 നവംബർ 5. ഇൻസാറ്റ് 1 വിക്ഷേപിച്ചത് 1982. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023. ISRO നിലവിൽ വന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു 1969 ഓഗസ്റ്റ് 15. വിത്ത് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വിത്ത് ഡേറ്റ് പഠിക്കണേ. അത് ചന്ദ്രയാൻ 1 അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 2008 ഒക്ടോബർ 22. ആര്യഭട്ട 1 1975 ഏപ്രിൽ 19. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്. കാരണം കുട്ടികൾക്ക് ഓൾറെഡി ഒരു വർക്ക് കൊടുത്താണ്, അതിൽ നിന്ന് ചിലപ്പോൾ എടുത്ത് ചോദിക്കാം. രണ്ടാമത് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒന്ന് ചേരുംപടി ചേർക്കാണ്. ഇതും ഒന്ന് ഓർത്ത് വെച്ചോ. നിങ്ങൾ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് ഏതൊക്കെയാണ് വരിക എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഭൂമിയുടെ ഉപഗ്രഹം ഏതാ? ചന്ദ്രൻ. ഇങ്ങനെയാണ് വരിക. അടുത്ത കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്ന ഏതൊക്കെയാണ്? ഉപഗ്രഹങ്ങളാണ് കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുക. ഇനി ഉപഗ്രഹങ്ങളെ കൃത്രിമ ഉപഗ്രഹങ്ങൾ അല്ലേ? നമ്മൾ കാലാവസ്ഥ നോക്കണേ കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഇനി കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഏതാ? ആ റോക്കറ്റാണ്. ഇനി ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശ വസ്തുക്കളാണ് ഏത്? ഉപഗ്രഹങ്ങൾ. സ്വയം പ്രകാശിക്കുന്നതാണ് ഏത്? സൂര്യൻ. അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാർട്ട് വരിക. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അവർക്ക് കുട്ടികൾക്ക് നോക്കിയേ ഒരു പദപ്രശ്നം കൊടുത്തിരിക്കുന്നത്. പദപ്രശ്നം നമ്മൾ ഫില്ല് ചെയ്യാനൊന്നും പോകുന്നില്ല, പക്ഷേ ഇതിലെ ആൻസറൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കണം. ഏത്? ചന്ദ്രനിലേക്ക് വനിതകളെ കൂടി അയക്കാനുള്ള നാസയുടെ ആദ്യ ദൗത്യം ഏതാ? ആർട്ടമിസ്. ഓൾറെഡി ചോദിച്ചതാണ് ക്വസ്റ്റ്യൻ. ചന്ദ്രനിലേക്ക് വനിതകളെ അയക്കാനുള്ള നാസയുടെ ഫസ്റ്റ് ദൗത്യമാണ് ഇത്, ആർട്ടമിസ്. ആദ്യ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക്. ഒരു ആദ്യകാല ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞൻ ഗലീലിയോ. അതൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് പദപ്രശ്നത്തിൽ കുട്ടികൾക്ക് യോജിപ്പിക്കാൻ വേണ്ടി കൊടുത്താണ്. കേരളത്തിലെ ഏക റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, തിരുവനന്തപുരം. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏതാ? ചന്ദ്രയാൻ. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ടെലസ്കോപ്പ് ആസ്ട്രോസാറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു കുഞ്ഞ് ചാപ്റ്ററാണ്, അധികം ഫാക്ട്സുകളൊന്നും ഇതിലില്ല, വളരെ കുറച്ച് ഫാക്ട്സുകളേ ഉള്ളൂ. അതിൽ തന്നെ പഠിക്കാനുള്ള ഫാക്ട്സുകൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫാക്റ്റുകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 3-4 ഒരു ഫാക്ട്സുകൾ ഉണ്ടാവും, സിംഗിൾ ലൈൻ ഫാക്ട്സുകൾ, അത്രയേ ഉള്ളൂ. പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും, ഊർജ്ജ സ്രോതസ്സുകൾ ഊർജ്ജമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ശരിക്കും വരുന്ന ക്ലാസ്സുകളിൽ വരും. അതായത് ഇതിനുമായി ബന്ധപ്പെട്ട ഈ ഊർജ്ജമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഇനി വരുന്നുണ്ട് CRTയിൽ. എന്തായാലും ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്, ഊർജ്ജത്തിൻ്റെ ഡെഫിനിഷൻ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് വിളിക്കുന്നത് കേട്ടോ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതൊന്നും മുൻപ് ചോദിച്ചിട്ടൊന്നുമില്ല, ചോദിക്കാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. എന്നാലും ഓർത്ത് വെച്ചോ ഊർജ്ജം എന്താണെന്നുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ധനം. എന്താണ് ഇന്ധനം എന്ന് പറയാം. ഇത് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇത് പ്രത്യേകിച്ചും ഫയർമാൻ്റെ എക്സാമുകൾക്കൊക്കെ ഇന്ധനങ്ങൾ പഠിക്കാനുണ്ട്. ഫയർമാൻ നിങ്ങൾക്കറിയാം, ഫയർഫോഴ്സിലേക്കുള്ള എക്സാമുകൾക്കൊക്കെ അവർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. ഇന്ധനങ്ങൾ എന്നൊക്കെ പഠിക്കാൻ തന്നെ ഉണ്ട് അവർക്ക് വേറെ തന്നെയായിട്ട്. അപ്പോൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് എന്ത് വിളിക്കുന്നത്? ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചാൽ കത്തുമ്പോൾ എന്ത് പുറത്തുവിടണം? താപം പുറത്തുവിടണം. നമുക്ക് ഒക്കെ അറിയാം, ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇന്ധനങ്ങളിൽപ്പെട്ടാണ് ഇത് വിറക്, പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന LPG ഗ്യാസ്, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ, കൽക്കരി, ഇവയൊക്കെ എന്താണ്? ഇവയൊക്കെ ഇന്ധനങ്ങളാണ്. ഇവയൊക്കെ കത്തുമ്പോൾ എന്ത് പുറത്തു വിടുന്നുണ്ട്? താപം പുറത്തേക്ക് വിടുന്നുണ്ട്. ഓക്കെ, ആ 2 ഫാക്ട്സുകൾ. ഇനി അടുത്തത് ആവശ്യമുള്ള മാത്രമേ പെട്ടോ പറയുന്നുള്ളൂ. ഇനി ക്രൂഡ് ഓയിൽ. നിങ്ങൾക്കറിയാം, ഭൂമിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടുന്നുണ്ട്. ഈ ക്രൂഡ് ഓയിൽ എന്താണ്? സംസ്കരിച്ചിട്ടാണ് പെട്രോള്, ഡീസൽ,
അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പെട്രോൾ ഡീസൽ മാത്രമല്ല, മണ്ണെണ്ണ വരും, ബിറ്റുമിൻ വരും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രൂഡ് ഓയിൽ സംസ്കരിച്ചിട്ട് കിട്ടുന്നുണ്ട്. ഈ ക്രൂഡ് ഓയിലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളില്ല, അതിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം ഇവയൊക്കെ ഉണ്ടാകുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോ. അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനകപ്പെട്ടു പോയിട്ട് കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ കാലക്രമേണ മാത്രമേ ഇതെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഇന്ധനങ്ങൾ ഉണ്ടായിട്ട് വരും. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? അതാണ് അടുത്ത് ഇവിടെ പറയാൻ പോകുന്നത്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്, അതായത് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ. ഓക്കെ, പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്, അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. ഇതൊക്കെ ഫോസിൽ ഇന്ധനത്തിൻ്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അവ തീർന്നുകൊണ്ടിരിക്കും. അവയെ നമുക്ക് പുതുക്കി കൊണ്ടുവരാനൊന്നും പറ്റില്ല പെട്ടെന്നൊരു ദിവസം. കാരണം കോടിക്കണക്കിന് വർഷം, ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ത് ചെയ്യണം, അത് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഊർജ്ജ സ്രോതസ്സുകൾ വിളിക്കുന്ന പേരാണ് പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്. ഇംഗ്ലീഷ് ഓർത്തോക്കണേ, നോൺ റിന്യൂവബിൾ എനർജി. പുതുക്കാൻ കഴിയാത്തതെന്നുള്ള പക്ക മലയാളം തന്നെയാണ് നോൺ റിന്യൂവബിൾ എനർജി. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ കാര്യം നിങ്ങൾ ഓർത്തോക്കണം, എന്താണ് റിന്യൂവബിൾ എനർജി പഠിക്കാൻ വരുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, നോൺ റിന്യൂവബിൾ എനർജീൻ്റെ എക്സാമ്പിൾ, അതായത് പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾക്കുള്ള ഉദാഹരണങ്ങൾ. ഏതൊക്കെ ഉദാഹരണങ്ങൾ? നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്, ഡീസൽ, പെട്രോള്, ക്രൂഡ് ഓയിൽ, കൽക്കരി, ഇവയൊക്കെ എന്താണ് ഒരിക്കലും പുതുക്കി എടുക്കാൻ കഴിയില്ല. ഇനി ഇവിടെ അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഉണ്ട് കേട്ടോ. ഇവിടെ എന്താണ്, താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത്. താപവൈദ്യുത നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്ത് വെച്ചോളെ. താപവൈദ്യുത നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്താ, കൽക്കരി. അതാണ് ഈ ചാപ്റ്ററിലെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ഫാക്ട്സുകളിലാണ് ഈ പേജിൽ ഞാൻ പറഞ്ഞ ഈ ഫാക്ട്സുകൾ. ഇനി അടുത്തത്, അത് നന്നായിട്ട് വൃത്തിക്ക് തന്നെ പഠിച്ചു നോക്കണം. ഇനി അടുത്തത് നമുക്ക് കാറ്റാടി പാടം അതൊക്കെ കാണിക്കുവാണ്. കേരളത്തിൽ ഇനി എന്താണ് വിൻഡ് മില്ല് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. വിൻഡ് മില്ല് ഇതാ ഈ ചിത്രത്തിൽ കാണുന്നതാണ് വിൻഡ് മില്ല്. ഇതാ കാറ്റാടി പാടം കണ്ടിട്ടുണ്ടാവുമല്ലോ, വിൻഡ് മില്ല്. ഇതിൽ വിൻഡ് മില്ലിൻ്റെ പങ്കകൾ കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, അതുമായിട്ട് കണക്റ്റായിട്ട് ഒരു ടർബൈൻ ഉണ്ടാവും, ജനറേറ്ററിൻ്റെ ടർബൈൻ. ആ ടർബൈൻ കറങ്ങി കഴിയുമ്പോൾ ജനറേറ്റർ പ്രവർത്തിക്കും. അങ്ങനെ ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ എന്ത് കിട്ടും, വൈദ്യുതി കിട്ടും. അങ്ങനെയാണ് വിൻഡ് മില്ലിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത്. കേരളത്തിൽ മെയിനായിട്ട് ഈ പേര് നിങ്ങൾ ഓർത്തോക്കണം, രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി. രാമക്കൽമേട് എവിടെയാണ് വരുന്ന സ്ഥലം വരുന്നത്, ഏത് ജില്ലയിലാണ്? ഇടുക്കി കേട്ടോ, ഇടുക്കി. കഞ്ചിക്കോടും അട്ടപ്പാടിയും എവിടെയാണ് വരുന്നത്? പാലക്കാട്. സോ ഇത് രണ്ടും ഓർത്ത് നോക്കുക, ഇടുക്കിയിലെ രാമക്കൽമേട്, പിന്നെ കഞ്ചിക്കോടും അട്ടപ്പാടിയും. ഇവിടെയാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം ഉള്ളത് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ടോപ്പിക്ക് പഠിക്കാൻ വരുന്നുണ്ട് അല്ലാതെ. ഇത് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നിങ്ങൾക്കറിയാം, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എനർജി ഉണ്ടാക്കുന്നുണ്ട് സോളാർ പാനലുകൾ വെച്ചിട്ട്. എങ്ങനെയാണ് സോളാർ പാനൽ വെച്ചിട്ട് നമുക്ക് എനർജി കിട്ടുന്നത്? അതായത് സൗരോർജ്ജ പാനൽ, അതായത് സോളാർ പാനലിൽ സെല്ലുണ്ടാവും, കുഞ്ഞു കുഞ്ഞു സെല്ലുകൾ, സൗരോർജ്ജ സെല്ല്. അതിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൽ വൈദ്യുതി ഉണ്ടാവും. അങ്ങനെയാണ് അതിൽ നിന്ന് വൈദ്യുതി കിട്ടുന്നത്. ഇനി ഇങ്ങനെയുള്ള ഊർജ്ജ സ്രോതസ്സുകൾ, അതായത് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല, ഇവയിൽ നിന്നൊക്കെ തുടങ്ങി ഉപയോഗിച്ച് നമുക്ക് എനർജി ഉണ്ടാക്കുമ്പോൾ അതൊന്നും തീർന്നു പോകുന്നില്ല. സൂര്യപ്രകാശം ഒരിക്കലും തീർന്നു പോകില്ല. കാറ്റ് അവിടെ തന്നെ ഉണ്ടാവും, തിരമാലയാണെങ്കിലും അവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങനെയുള്ളവയെ നമുക്ക് പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് വിളിക്കുക, റിന്യൂവബിൾ എനർജി സോഴ്സ്. അതായത് പിന്നെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് പുതുക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെച്ചോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പുതുക്കാൻ കഴിയാത്തത് പറഞ്ഞു, നോൺ റിന്യൂവബിൾ. അതിൽ കൽക്കരി, പെട്രോൾ, ക്രൂഡ് ഓയിലൊക്കെ വരുന്നുണ്ട്. ഇത് പുതുക്കാൻ കഴിയുന്നവ, റിന്യൂവബിൾ എനർജി സോഴ്സ്. ഈ ഊർജ്ജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ട്സ് ആണ്. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ഇപ്പോൾ ചോദിക്കുമ്പോൾ ഇല്ലേ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. എന്താണ്, പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവന 1 ഇതുപോലെ തന്നാലോ, വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്കത് കിട്ടും. സൂര്യപ്രകാശം എപ്പോഴും വായു മലിനീകരണം ഉണ്ടാക്കുന്നുണ്ടോ? അത് കാറ്റിൽ നിന്ന് പമ്പ കറക്കിയിട്ട് വൈദ്യുതി ഉണ്ടാക്കുമ്പോൾ അവിടെ വായു മലിനീകരണം ഒന്നും വരുന്നില്ല. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്റ്റാണ്,
പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി വിമാനത്താവളം, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കേട്ടോ. അതിൻ്റെ ഒഫീഷ്യൽ നെയിം സിയാൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, സിയാൽ. ഓക്കെ, പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് ഇത്, കൊച്ചിൻ വിമാനത്താവളം. ഓർത്ത് വെച്ചോ, മുമ്പ് ചോദിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. ഇനി ബയോഗ്യാസ്, വാതക ഇന്ധനം കേട്ടോ. ഒരു വാതക ഇന്ധനത്തിൻ്റെ എക്സാമ്പിളാണ് ബയോഗ്യാസ്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെയൊന്നും ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഇവരുടെ വിലയിരുത്താം എന്നുള്ള ഈ ഭാഗത്ത് ഒന്ന് രണ്ട് നോക്ക്. ഈ ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്കറിയാം, ഇവിടെ ക്രൂഡ് ഓയിലിൽ നിന്ന് സംസ്കരിച്ചിട്ട് എന്തൊക്കെ കിട്ടുന്നത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. ബിറ്റുമിൻ കിട്ടും, നാഫ്ത, പാരഫിൻ, ഓർത്തോക്കണേ. അതായത് ക്രൂഡ് ഓയിൽ സംസ്കരിച്ചിട്ട് കിട്ടുന്നവയിൽ പെടാത്തത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായി, കാരണം ഓൾറെഡി ടെക്സ്റ്റ് തന്നതാണ്. ബിറ്റുമിൻ, നാഫ്ത, പാരഫിൻ, ഇവയല്ലാതെ ഇതൊക്കെ കിട്ടുക, അല്ലാതെ കിട്ടുന്നത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ബുക്കിലുള്ള ഇമേജ് അല്ല, ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്താണ്. പെട്രോൾ കിട്ടും, കെറോസിൻ മണ്ണെണ്ണ കിട്ടും കേട്ടോ, ഡീസൽ കിട്ടും, നാഫ്ത ഓൾറെഡി പറഞ്ഞു, ബിറ്റുമിൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ക്രൂഡ് ഓയിൽ സംസ്കരിച്ചിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്ന ഫുൾ. ഇത്രയേ ഉള്ളൂ, കുഞ്ഞു ഫാക്ട്സുകളേ ഉള്ളൂ. പ്രത്യേകിച്ച് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സും പഠിച്ചു വെക്കാം, അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. വായുമലിനീകരണം ഉണ്ടാകാത്തത് ഏതാണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ കാറ്റാടി പാടങ്ങളുള്ള കേരളത്തിലെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ദ്രിയങ്ങൾ, സെൻസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുഞ്ഞ് ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2-3 ഫാക്ട്സ് മാക്സിമം അത്രയേ ഉള്ളൂ ഇതിൽ. എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പോവാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതൊന്ന് സ്ട്രെസ് ചെയ്ത് പറയും. ഓക്കെ, ഒന്ന് എഴുതും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അത് നിങ്ങൾ വൃത്തിക്ക് പഠിച്ചോണം. ഒന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ. ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങളുണ്ട്. അവയാണ് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 കേട്ടോ. പഞ്ചേന്ദ്രിയങ്ങൾ 5 എണ്ണം. ഓർത്ത് വെച്ചോ, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ല. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിപ്പോൾ. പിന്നെ ജസ്റ്റ് വെറുതെ ഒരു ഫാക്ട് പറയുകയാണ്. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി എന്ത് ചെയ്യുന്നുണ്ട്, പകൽ വെളിച്ചത്തിൽ ചുരുങ്ങും. പകൽ വെളിച്ചത്തിൽ അധികം ഒന്നും കാണാനില്ല, രാത്രിയിൽ എന്ത് ചെയ്യും, നന്നായിട്ട് വികസിക്കും. കാരണം അതാ, രാത്രിയിൽ ഇരുടാണ്, നന്നായിട്ട് കാണണം, അപ്പോൾ നന്നായിട്ട് വികസിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മൂങ്ങക്കൊരു പ്രത്യേകത ഉണ്ട്, എന്താ, കഴുത്ത് പുറകിലോട്ട് തിരിച്ച് പുറകിലുള്ള കാഴ്ച കാണാൻ പറ്റും. നമുക്ക് എത്ര തിരിക്കുന്നതിനൊരു എന്തുണ്ട്, കണക്കുണ്ട്, 90 ഡിഗ്രി വരെ പോകും, പക്ഷേ ഇത് നേരെ റൊട്ടേറ്റ് ചെയ്യും. ഇനി മരയോന്നിൻ്റെ പ്രത്യേകത എന്താ, ഒരേ സമയം കണ്ണുകളെ അതായത് 2 കണ്ണുകളുണ്ട്, ഓരോ സമയം ഓരോ ദിശയിലേക്ക്, വ്യത്യസ്ത ദിശയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചലിപ്പിക്കാൻ മരയോന്നിന് പറ്റും. അപ്പോൾ ജസ്റ്റ് വായിച്ചിട്ട് പോകുന്ന കാര്യങ്ങളെ ഇതൊക്കെയുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഫാക്ട്സ് വരുന്നുണ്ട്. ഇത് സ്നെല്ലൻ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്നെല്ലൻ ചാർട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാഴ്ച പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാഴ്ച പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് സ്നെല്ലൻ ചാർട്ട്. നേത്രരോഗ വിദഗ്ധനായിട്ടുള്ള ഹെർമൻ സ്നെല്ലൻ, പേരിൽ നിങ്ങൾക്ക് കിട്ടും, ഹെർമൻ സ്നെല്ലൻ എന്നാണ്. ഇയറൊന്നും പഠിക്കേണ്ട, ഇയറൊന്നും അങ്ങനെയൊന്നും ചോദിക്കില്ല. അങ്ങനെയൊക്കെ ഇയർ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനേ സമയം ഉണ്ടാവും. അതൊന്നും അത്രയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഇതൊന്നും ഒരു കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഒന്ന്, നിങ്ങൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ സീറ്റിൻ്റെ അവിടെ എന്തുണ്ടാവും, സീറ്റ് നമ്പറിൻ്റെ ഒപ്പം കുറച്ച് ഇങ്ങനെ ഡോട്ടുകൾ കാണാം. ഇതൊക്കെ കാഴ്ച പരിമിതിയുള്ളവർക്ക് നമ്പർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഉപാധിയാണ്, ഓർത്ത് വെക്കുക. അതുപോലെ ഫുട്പാത്തിൽ ഇങ്ങനെ വരവരയായിട്ടുള്ള ടൈല് നിങ്ങൾ കാണാൻ പറ്റും, ഫുട്പാത്തിലുള്ള, അതും കാഴ്ച പരിമിതിയുള്ളവർക്ക് അവിടെ എത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇതിൽ കാഴ്ച പരിമിതിയുള്ളവർ ഉപയോഗിക്കുന്ന 2 ഡിവൈസുകളുണ്ട്. സ്മാർട്ട് കെയിൻ, ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സ്മാർട്ട് കെയിനും ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റും. ബ്രെയിൽ ലിപി നിങ്ങൾക്കറിയാമല്ലോ, കാഴ്ചയുള്ളവർക്ക് ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റ്, അത് നിങ്ങൾക്ക് കിട്ടും. സ്മാർട്ട് കെയിനാണ് മുമ്പ് ഒരു പ്രാവശ്യം ചോദിച്ചത് കേട്ടോ. സ്മാർട്ട് കെയിൻ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇതാണ് സ്മാർട്ട് കെയിൻ. ഞാൻ ഇവിടെ ഒരു ചിത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് കയ്യിൽ പിടിച്ചുണ്ടാക്കുന്ന ഒരു വടി പോലെയുള്ളതാണ് സ്മാർട്ട് കെയിൻ. ഇതിൽ എന്ത് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, ഒന്നെങ്കിൽ അൾട്രാസോണിക് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് തടസ്സങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്മാർട്ട് കെയിൻ ഓർത്ത് വെച്ചോ. കാഴ്ച പരിമിതി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഡിവൈസാണ് സ്മാർട്ട് കെയിൻ. അൾട്രാസോണിക് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ട്. സ്നെല്ലൻ ചാർട്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫാക്ട്.
അപ്പോൾ ഞാൻ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫാക്ട്സുകൾ പറഞ്ഞേ, അത് വൃത്തിക്ക് ഓർത്ത് വെച്ചോ. മുമ്പൊക്കെ ചെറിയ കുഞ്ഞു എക്സാമ്പിൾക്കാണ് ഇത് മെയിനായിട്ട് ചോദിക്കാറുള്ളത്. ഇങ്ങനെയുള്ള ഫാക്ട്സുകൾ ഇതൊക്കെ ഒരു സിംഗിൾ ലൈൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ഇനി കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ സിംഗിളായിട്ട് ഇങ്ങനെ ചോദിക്കും, എന്താ ജന്മനായുള്ള കേൾവി തകരാറ് പരിഹരിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എ ബി സി ഡി തരാം. കോക്ലിയർ അതായത് ചെവിയിലുള്ള ഒരു എന്താണ് അവയവാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ ചെവി, കേൾവി തകരാർ ഇവയുമായിട്ട് ബന്ധപ്പെട്ടാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. പുറത്ത് വെച്ചോ, അത് ചിലപ്പോൾ എന്ത് ചെയ്യാം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി മൂക്കിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചു പോകാനുള്ളൂ, ഇതൊന്നും ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പുണ്ടാവും. ആ ഒരു സ്രവം, മൂക്കിൻ്റെ ഉള്ളിലുള്ള ഒരു സ്രവം ലിക്വിഡ് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ്. അത് മൂക്കിലെത്തുന്ന പൊടിപടലോ രോഗാണുക്കളൊക്കെ നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ധർമ്മം. അത് വൈറസൊക്കെ ബാധ നമുക്കുണ്ടാവും, നമുക്ക് കോൾഡ് പിടിക്കില്ലേ, ജലദോഷം, അപ്പോൾ കൂടുതൽ സ്രവം ഉണ്ടാവും, അതിനെയാണ് ജലദോഷം എന്ന് വിളിക്കുന്നത്. അത് കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്മെല്ല് ഉള്ളിലേക്ക് പോകില്ല. അതുകൊണ്ട് ജലദോഷ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്മെല്ല് അധികം മനസ്സിലാക്കാൻ പറ്റില്ല. ജസ്റ്റ് വായിച്ചിട്ട് പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ, അത് അത്രയേ വേണ്ടു. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ഫാക്ട് വരുന്നുണ്ട്, നോക്കട്ടെ. ഇതല്ല, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ അലിഞ്ഞിട്ട് നാവിലുള്ള സ്വാദുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് രുചി അനുഭവപ്പെടുന്നത്. അതൊന്നും വെറുതെ മനസ്സിലാക്കി ജസ്റ്റ് വായിച്ചിട്ട് പോകുന്ന ഫാക്റ്റുകൾ, അതൊന്നും അത്ര എന്തല്ല ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഞാൻ പറഞ്ഞത്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിക്കാറുണ്ട്, കുഞ്ഞു എക്സാമ്പിൾക്കൊക്കെ ചോദിക്കാറുണ്ട്. ത്വക്ക്, സ്കിന്നാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ഓക്കെ, സ്കിന്നിൻ്റെ ധർമ്മങ്ങൾ 2 മെയിൻ ധർമ്മങ്ങൾ, ഇത് പഠിച്ചു നോക്കണം, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നുണ്ട്. എങ്ങനെയാണ്? ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുക കേട്ടോ. ഈ 2 ഫാക്ടറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൂട് നിയന്ത്രിക്കുക സ്കിന്നിൻ്റെ ഒരു ഇതാണ്. അതേപോലെ വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുക. ഈ 2 ഫാക്റ്റുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെച്ചോ. കാരണം ത്വക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതുണ്ടാകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കാനും പിന്നെന്താ വിയർപ്പിലൂടെ നമ്മളെ വേസ്റ്റ് പുറന്തള്ളാനും എന്ത് ചെയ്യുന്നുണ്ട്, സ്കിന്ന് സഹായിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ, ഇത്രയേ ഉള്ളൂ. ഇതും ഒരു എന്താണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ഇതിൽ. ഏതായാലും നമുക്ക് ഇതിലുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് തന്നെ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അവിടെ പറയും. അത് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെക്കണം. ഫസ്റ്റിലത്തത് നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് ജന്തുജാലങ്ങൾ, അതായത് പലതരം ജീവികളെ പറ്റിയൊക്കെ പറയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സസ്തനികൾ എന്താണ്, അതേപോലെ റെപ്റ്റൈൽസ് എന്താണ്, അതൊക്കെയുള്ള തുടക്കമാണ് ഒരു കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റിലത്തെ ഒരു ഡയഗ്രം നിങ്ങൾ കാണാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് മുമ്പ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ ചെറിയ കുഞ്ഞ് എക്സാമ്പിൾക്കൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഓർഡർ. അതായത് മുട്ട വിരിഞ്ഞിട്ടാണ് ലാർവ ഉണ്ടാവുക. ഓക്കെ, അത് ലാർവയിൽ നിന്നാണ് പിന്നെ പ്യൂപ്പ ഉണ്ടാവുക. പ്യൂപ്പയാണ് എന്തായിട്ട് മാറുക, ഒരു ഫുൾ ലെങ്ത് ജീവിയായിട്ട് അത് മാറുന്നത്. ഓക്കെ, ആ പ്യൂപ്പ നിങ്ങൾ ഓർത്ത് വെച്ചാൽ പപ്പി എന്ന് ഓർത്ത് വെച്ചാൽ അതല്ലേ, കുഞ്ഞ് ജീവിയെ നമ്മൾ പപ്പി എന്ന് വിളിക്കാറില്ല. അപ്പോൾ അത് ആ ജീവിയുടെ കുഞ്ഞ് ജീവിയായിരിക്കുന്ന സ്റ്റേജ് പപ്പിയാണെന്ന് ഓർത്തുക. മുട്ട നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും, മുട്ടയിൽ നിന്നാണ് പിന്നെ ലാർവ ഉണ്ടാകുന്നത്. ഓക്കെ, മുട്ട, ലാർവ, പ്യൂപ്പ. ആൻഡ് ലേൺ ലേസ്വിങ് എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിനെപ്പറ്റി പറയുന്നുണ്ട് താഴോട്ട്. അതായത് ആൻഡ് ലേൺ ലേസ്വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് നമ്മൾ കുഴിയാന എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ലേൺ ലേസ്വിങ്. ഈ ലേൺ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നോക്കണ്ട, കുഴിയാനയാണ് കേട്ടോ. മലയാളത്തിൽ അതിന് കുഴിയാനയാണെന്ന് വിളിക്കുന്നത്. പൂഴി മണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കിയിട്ട് ഉറുമ്പ് പോലുള്ള ചെറുപ്രാണികളെ ഭക്ഷിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ആൻഡ് ലെയർ എന്ന് വിളിക്കുന്നത്. കുഴിയാന എന്നാണ് മലയാളം. അപ്പോൾ പേര് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കുന്നത് ശ്രദ്ധിച്ച് ചെയ്തോണം. ആൻഡ് ലെയർ എന്നാണ് ഇംഗ്ലീഷിൽ പേര്, മലയാളത്തിൽ കുഴിയാന. ഇനി ഈ ലാർവ മൺതരികൾ നേരത്തെ നൂല് ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് എന്താകുന്നത്, പ്രാണി ഉണ്ടാകുന്നത്. ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓർത്തോക്കാനുള്ളത്. ഒന്ന്, കുഴിയാന എന്നത് ഏതിൻ്റെ ലാർവയാണെന്നുള്ളത്. കുഴിയാന എന്നുള്ള ആൻഡ് ലേൺ ലേസ്വിങ് എന്നുള്ള ഒരു പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. അതൊന്ന് ഓർത്ത് വെച്ചോ, അത് ചോദിക്കാം, ചെറിയ എക്സാമ്പിൾക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ഓർഡറാണ്. ഈ ഒരു ഓർഡറും ചിലപ്പോൾ ചോദിക്കാം. മുട്ട, ലാർവ, പ്യൂപ്പ. അത് പ്യൂപ്പ വലുതായിട്ടാണ് ആൻഡ് ലേൺ ലേസ്വിങ് ആയിട്ട് മാറുന്നത്.
ഇനി രൂപാന്തരണം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, ഇത് ചില ഇപ്പോൾ ഈ ഒരു രൂപമല്ല ഒരു പ്രാണിയായിട്ട് മാറുമ്പോൾ അതിന് വരുന്നത്. അതായത് ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് ഒരു ബന്ധം ഉണ്ടാവില്ല, ഒരു സാദൃശ്യം ഉണ്ടാവില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് എന്ത് ചെയ്യുക, മാതൃജീവിയെ പോലുള്ള ഒരു ജീവിയായിട്ട് മാറുന്നത്. ഈ മാറ്റത്തെ വിളിക്കുന്ന പേരാണ് രൂപാന്തരണം, മെറ്റമോർഫോസിസ് കേട്ടോ, രൂപാന്തരണം. മലയാളം വേർഡൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോ, രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റമോർഫോസിസ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകാനേ ഉള്ളൂ. ഇനി പാറ്റക്കുഞ്ഞുങ്ങളുടെ നോക്കുക നിങ്ങൾ, പാറ്റക്കുഞ്ഞുങ്ങളുടെ മുട്ട മാറിയിട്ട് വരുന്ന സ്റ്റേജാണ് നിംഫ് കേട്ടോ, നിംഫ് എന്നുള്ള സ്റ്റേജ്. ചെറിയ പാറ്റക്കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് പിന്നീടാണ് എന്തായിട്ട് മാറുന്നത്, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പാറ്റയായിട്ട് മാറുന്നത്. അപ്പോൾ നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത് കേട്ടോ. ആ ഇടയിലുള്ള ആ ഒരു സ്റ്റേജിലുള്ള ജീവിനെ വിളിക്കുന്ന പേരാണ് നിംഫ്. അതും ആണ് ഒന്ന് ഓർത്ത് വെച്ചോ, അതൊന്നും ചോദിച്ചിട്ടില്ല മുമ്പ്, എന്നാലും ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി ഇവിടെ ഒരു ഫാക്ട് പറയുന്നുണ്ട്, ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചിലയിനം കീടങ്ങളെ അകറ്റും. ഓക്കെ, ഒരു ഫാക്ട് SCRT തന്നതാണ്, അപ്പോൾ നിങ്ങൾ പഠിക്കാണ്ട് പോകണ്ട. ചെണ്ടുമല്ലി നല്ലൊരു സസ്യമുണ്ട്, അത് ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ എന്ത് ചെയ്യും, ചിലയിനെ കീടങ്ങളെ അകറ്റും. ഇങ്ങനെയാണ് എന്തെന്നിട്ട് സുഗന്ധവ്യഞ്ജനങ്ങളിലെ, അതായത് ഏലം, കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട എന്നൊക്കെയുള്ള ഇതൊക്കെ എങ്ങനെയാണ് സുഗന്ധവ്യഞ്ജനായത്, അതായത് കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെടികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഇവയെ എന്താക്കി മാറ്റുന്നത്, സുഗന്ധവ്യഞ്ജനങ്ങളാക്കി മാറ്റുന്നത്. ആ ഒരു ഫാക്ടർ ഒന്ന് ഓർത്ത് വെച്ചോട്ടോ, നിങ്ങൾക്ക് ആവശ്യം വരും ചിലപ്പോൾ. ഇനി ഇതിൽ അതായത് പല പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് ഇങ്ങനെയുള്ള പ്രാണികളെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന പല രാജ്യങ്ങളുണ്ട്, ചൈന പോലുള്ള രാജ്യങ്ങളുണ്ട്. ഇതിലെന്തൊക്കെ ഉണ്ട്, നല്ലോണം പ്രോട്ടീൻ, മാംസ്യമുണ്ട്, അതേപോലെ ജീവകം, വൈറ്റമിൻസ്. ഈ പ്രോട്ടീൻ്റെ മലയാളമാണ് മാംസ്യം എന്നുള്ളത് ഓർത്ത് വെച്ചോട്ടോ, കാരണം പലർക്കും അത് അറിയില്ല. മാംസം ആണെന്ന് ചിലതൊക്കെ തെറ്റിദ്ധരിക്കും, മാംസ്യം ആണ് പ്രോട്ടീൻ്റെ മലയാളം. കാരണം ഇത് നമുക്കെല്ലാം തന്നെ ചില ആവശ്യങ്ങൾക്ക് വരാറുണ്ട്. അങ്ങോട്ട് ഹയർ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ മാംസ്യം, പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടീൻ്റെ ദഹനം എന്നൊക്കെ വരും കേട്ടോ. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാംസ്യം ആണ് പ്രോട്ടീൻ്റെ മലയാളം എന്നുള്ളത് നല്ലോണം ഓർത്ത് വെച്ചോ. ഇനി ജീവകം നിങ്ങൾക്ക് ഏകദേശം കിട്ടും, വൈറ്റമിൻ്റെ മലയാളമാണ്. ഈ പുൽച്ചാടി, പുഴു പോലുള്ള ഈ പ്രാണികളിൽ നന്നായിട്ട് എന്തിട്ട് പ്രോട്ടീനും വൈറ്റമിൻസും ഉണ്ട്. അപ്പോൾ പോഷകഘടകങ്ങൾ നല്ല സ്രോതസ്സാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചു. ഇനി അടുത്തത് ശലഭം, ചിത്രശലഭത്തെ പറ്റിയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുകയാണ്. ഇമ്പോർട്ടൻസ് ഒന്നും അല്ല, അത്ര വെറുതെ വായിച്ചു വിട്ടാൽ മതി. ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേന് വേണം അല്ലേ, ശലഭങ്ങൾക്ക് നിലനിൽക്കാൻ തേന് വേണം. അപ്പോൾ തേന് കുടിക്കാനുള്ള സസ്യങ്ങൾ വേണം അവയ്ക്ക്. പിന്നെ ലാർവയാണെങ്കിൽ നിങ്ങൾക്കറിയാം പുഴുവായിരിക്കും ലാർവക്ക് ഭക്ഷണത്തിലുള്ള സസ്യങ്ങൾ വേണം. ഇത് രണ്ടുമുള്ള ഉദ്യാനങ്ങൾ വിളിക്കുന്ന പേരാണ് ശലഭോദ്യാനം. അപ്പോൾ ഒരു ശലഭോദ്യാനത്തിൽ ശലഭം വളർന്നു വരണമെങ്കിൽ തേന് കുടിക്കാനുള്ള സസ്യം വേണം, പിന്നെ അവയ്ക്ക് ഭക്ഷിക്കാനുള്ള സസ്യങ്ങളും വേണം. ഇനി ഒരു നിശാശലഭം, മോത്ത് എന്നതിൻ്റെ മലയാളമാണ് നിശാശലഭം. അതായത് രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളെയാണ് നിശാശലഭം എന്ന് വിളിക്കുക. അതിനുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കണം, എന്താണെന്ന് അറിയാം, വെങ്കണനീലി. അതായത് പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് വെങ്കണനീലി. ഇവയെ നിശാശലഭ കുടുംബത്തിനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതൊന്ന് ഓർത്ത് വെച്ചു കേട്ടോ. ഇൻ കേസ് അങ്ങ് ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിച്ചാൽ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആവും. കാരണം പകൽ നേരങ്ങളിൽ കാണപ്പെടുന്ന വെങ്കണനീലി ഏത് ശലഭ കുടുംബത്തിലാണെന്ന് വെച്ചാൽ നിശാശലഭത്തിൻ്റെ കുടുംബത്തിലാണ് വരുന്നതെന്നുള്ളത് ഇതോ, അതൊരു ഫാക്റ്റായിട്ട് ഓർത്ത് വെച്ചു. ഇനിയുള്ളത് ഉറുമ്പുകളെ പറ്റുന്നതിൽ പറയുന്നില്ല, നമുക്ക് ആവശ്യമുള്ള ഫാക്ടൊന്നും ഇതിലില്ല. പിന്നെ മത്സ്യങ്ങൾ, അതായത് കേരള തീരങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനമാണ്. അതായത് മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്ന സമയമാണ് ജൂൺ ജൂലൈ മാസം കേട്ടോ, അത് ഓർത്ത് വെച്ചോളെ. അത് ചോദിക്കാറുണ്ട്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ട്രോളിംഗ് സമയം ജൂൺ ജൂലൈ മാസങ്ങൾ, മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ആ ടൈമിൽ മീൻ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ ചത്തൊടുങ്ങി പോകും, മീൻ ഉണ്ടാവില്ല. പിന്നെ അതൊന്ന് ഓർത്ത് വെച്ചോ. ചില മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് മുട്ട വിരിയിക്കുന്നു, അത് ജസ്റ്റ് ഒരു ഫാക്റ്റാണ്. ഊത്തക്കയറ്റം, അതൊന്ന് ഓർത്ത് വെക്കണേ. ഊത്തക്കയറ്റം ഇവിടെ ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് എഴുതിയിട്ടില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ ട്രോളിംഗ്. ഊത്തക്കയറ്റം എന്ന് വെച്ചാൽ എന്താ, അതായത് ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ എന്ത് ചെയ്യും, ഇവർ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായിട്ട് എന്ത് ചെയ്യും, കൈത്തോട്, വയൽ, തടാകങ്ങൾ, കായൽ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയെയാണ് എന്ത് വിളിക്കുന്നത്, ഊത്തക്കയറ്റം. അതായത് മുട്ട ഇടുന്നതിനായിട്ട് മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്നതാണ് എന്ത് വിളിക്കുന്നത്, ഊത്തക്കയറ്റം. സോ ആ സമയത്ത് മത്സ്യം പിടിക്കുന്നത് നിരോധനമാണ്, നിയമവിരുദ്ധമാണ്. കാരണം ആ സമയത്ത് മത്സ്യം പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. അടുത്ത ഉഭയജീവികൾ, ആംഫിബിയൻ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളാണ് ഇത് ഉഭയജീവികൾ. ഏതാ നമുക്ക് എപ്പോൾ അറിയാവുന്ന എക്സാമ്പിൾ ഏതാ, തവള കേട്ടോ. തവളേനെ മറന്നു വരുതേ.
അതായത് തവള ജീവിത ചക്രത്തിൻ്റെ ഫസ്റ്റ് ചക്രത്തിൻ്റെ ആദ്യ ഘട്ടം ഫുള്ള് ജലത്തിലായിരിക്കും. വാൽമാക്രി കേട്ടോ, നിങ്ങൾ ഇവിടെ കാണുന്നത് മീനല്ല, വാൽമാക്രിയാണെന്ന് പറയുന്നില്ല, അതാണ് വെള്ളത്തിലുള്ള സ്റ്റേജാണ് അത്. പിന്നെ വളർച്ച എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, കരയിലും ജീവിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ജീവികളാണ് എന്ത് വിളിക്കുന്നത്, ഉഭയജീവികൾ. ഉഭയജീവികൾക്കൊക്കെ നട്ടെല്ലുണ്ട്, അതും വേണം ഓർത്ത് വെച്ചോ. ഉഭയജീവികൾക്ക് എക്സാമ്പിളാണിത് തവള, മറന്നുപോയത്. അടുത്തത് സിസിലിയൻ. എന്താണ് സിസിലിയൻ? നല്ല കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് ഇത് സിസിലിയൻ. കുരുടികൾ വരുന്ന വിഭാഗമാണ് സിസിലിയൻ. കുരുടികൾ നിങ്ങൾ കാണാറുണ്ടല്ലോ ഈ മണ്ണിലൊക്കെ വരുന്നത്, പാമ്പ് പോലെ തെറ്റിദ്ധരിച്ചപ്പെടുന്ന ഒരു ജീവിയാണിത് കുരുടി. സിസിലി എന്നുള്ള ഗ്രൂപ്പിൽ വരുന്നതാണ് കുരുടികൾ. ഇനി ഉരകങ്ങൾ, റെപ്റ്റൈൽസ് വളരെ ലാർജായിട്ടുള്ളൊരു വിഭാഗമാണ് ഉരകങ്ങൾ. അതായത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ് ഈ ഉരകങ്ങൾ. പാമ്പ് ഇങ്ങനെയുള്ള ഈ ചിത്രത്തെ കാണുന്ന എല്ലാം എന്താണ്, ഉരകങ്ങളുടെ വിഭാഗത്തിൽ പെട്ടതാണ്. ഇനി പാമ്പുകളുടെ ഉരകങ്ങളിൽ പെട്ട ജീവികളാണ് പാമ്പുകൾ. ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണിത് പാമ്പുകൾ. പിന്നെ കുറച്ച് പാമ്പുകളെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് PSCക്ക് ഒന്നും ഇതൊന്നും ചോദിക്കില്ല, ഒന്നും വെറുതെ ആവശ്യമില്ല. അണലി ഒന്ന് ഓർത്ത് വെച്ചോ, ത്രികോണാകൃതിയിൽ വലിയ തലയുള്ള മൃഗമാണ്, പാമ്പാണിത് അണലി. അത് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ. പാമ്പ് കടിയേറ്റ ഇതൊന്നും ഓർത്ത് വെക്കണേ, ഇത് നിങ്ങൾക്ക് ആവശ്യം വരും. പ്രത്യേകിച്ച് പല എക്സാമുകൾക്ക് ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് പോലുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന എക്സാമുകളുണ്ട്, ചില എക്സാമുകൾക്ക്, ഫയർമാന് അതുപോലുള്ള എക്സാമുകൾക്ക്. അപ്പോൾ പാമ്പ് കടിയേറ്റ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ, കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയൊന്നും ചെയ്യരുത്, അതേപോലെ വിഷം വലിച്ചെടുക്കാനൊന്നും നോക്കരുത്. അതേപോലെ കടിയേറ്റ ആളെ സ്ട്രെസ് അടിപ്പിക്കരുത്, പരിഭ്രമിപ്പിക്കരുത്, സമാധാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, ശാന്തത പാലിക്കണം. പിന്നീട് എന്ത് ചെയ്യാം, ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. കടിയേറ്റ ഭാഗത്തിന് കുറച്ച് മുകളിലായിട്ട് ചെറിയൊരു കെട്ട് കെട്ടണം, അത് ശരിക്കും ഉണ്ട് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചോ. ചെറുങ്ങനെ, അധികം ടൈറ്റായിട്ടൊന്നല്ല, ചെറുങ്ങനെ ഒരു കെട്ട് കെട്ടുന്നത് നല്ലതാണ്. ഇനി അടുത്ത പക്ഷികളെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ അതിലൊന്നും ഫാക്റ്റുകളില്ല. സസ്തനികൾ നമ്മൾ ഉൾപ്പെടുന്ന വിഭാഗമാണിത്, മാമൽസ്, സസ്തനികളുടെ പ്രത്യേകത എന്താ, കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് പാലൂട്ടി വളർത്തുന്ന ജീവികളാണിത് സസ്തനികൾ. അതേപോലെ നിങ്ങൾക്ക് കാണാം തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ. ഓർത്ത് വെച്ചോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വവ്വാൽ സസ്തനികൾ പെടുന്ന ജീവിയാണ് വവ്വാൽ. നമ്മൾ വവ്വാൽ നിൽക്കുമ്പോൾ പക്ഷി വിഭാഗത്തിലേക്ക് പോകും, പക്ഷി വിഭാഗത്തിലുള്ള സസ്തനികളിലാണ് വരുന്നത് കേട്ടോ വവ്വാൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പറയും, വരുന്ന ക്ലാസ്സുകളിലൊക്കെ വരുന്നുണ്ട്. ഇനി ഈ എന്നാ പറഞ്ഞ നട്ടലുള്ള ജീവികൾ, അതായത് മത്സ്യങ്ങളൊക്കെയാണ്, ഉഭയജീവികളാണെങ്കിൽ, ഉരകങ്ങളാണ്, പക്ഷികളാണെങ്കിൽ, സസ്തനികളാണെങ്കിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നട്ടലുള്ള ജീവികൾ. ശരിക്കും ജീവികളെ ഏറ്റവും ബ്രോഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നട്ടലുള്ളത്, നട്ടലില്ലാത്തവ എന്നാണ്. ഈ നട്ടലുള്ള ജീവികൾ തന്നെയാണ് പിന്നെ എന്ത് വരുന്നത്, മത്സ്യങ്ങൾ, ഉഭയജീവി, ഉരകങ്ങൾ, പക്ഷി, സസ്തനി എന്നൊക്കെ വിഭാഗങ്ങൾ വരുന്നത്. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവികൾ ഒന്നോർത്ത് വെച്ചോ, കടുവാച്ചിലന്തി, മണവാട്ടിത്തവള, ഇനാമ്പേച്ചി, ഇവയൊക്കെ എന്താണ്, വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവികളാണ്. ഇത്രയേ ഉള്ളൂ ഇതിൽ. ഈ ചാപ്റ്ററിൽ ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്, എന്നാലും ചോദിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ചാപ്റ്റർ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, കാരണം SCERT ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ എടുത്ത് ചോദിച്ചാലും നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് SCERTയിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വേറെ ചാപ്റ്ററായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.